സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എന്നെ തൊട്ട സന്ദേശത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, പ്രസംഗം പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. ഈ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോഴൊക്കെയാണ് ചില മെസ്സേജസ് കേൾക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു യാത്രയ്ക്കിടയിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് കേൾക്കുവാനുള്ള ആഗ്രഹത്തോട് മുൻപിൽ ആദ്യം കണ്ട ക്രിസ്തീയ സന്ദേശം തുടർന്നു. പാസ്റ്റർ സുരേഷ് ബാബുവിൻ്റെ മെസ്സേജായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മെസ്സേജ് പൂർണ്ണമായി കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ കേട്ട അത്രയും ഭാഗം, ഒരു 8-10 മിനിറ്റാണ് കേട്ടത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരാശയം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പലപ്പോഴും പറയുന്ന ഒരാശയമാണ്. വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. നമ്മൾ നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളോട് ഒത്തിരി സംസാരിക്കും. ഇതുപോലെ തന്നെ സ്വർഗത്തിലെ അപ്പനും സഭയിലെ ഏറ്റവും പുതിയ ശിശുക്കൾ, ഇപ്പോൾ ജനിച്ച ശിശുക്കൾ, അവരോടാണ് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടം, താല്പര്യം. അപ്പൻ്റെ ശബ്ദം കേൾക്കുന്നത് കൂടുതലും അവരാണ്. മാത്രമല്ല, അവരെന്തെങ്കിലും പറഞ്ഞാൽ അപ്പൻ ശ്രദ്ധ വെച്ച് കേൾക്കുമെന്ന് ഞാൻ എപ്പോഴും ചർച്ചിൽ പറയുന്ന കാര്യമാണ്. അതുതന്നെയാണ്, അതേ ഒരു ആശയമാണ് സുരേഷ് ബാബു പാസ്റ്ററും പറഞ്ഞത്. ഈ കഴിഞ്ഞ സൺഡേയിൽ അതിനുശേഷം ഞാൻ സഭായോഗത്തിന് ആ മെസ്സേജിനെക്കുറിച്ച്, ഞാൻ കേട്ട സുരേഷ് ബാബു പാസ്റ്ററുടെ മെസ്സേജിനെക്കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നെ തൊട്ട സന്ദേശത്തിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ മുമ്പിലേക്ക് വെക്കുന്നത് സുരേഷ് ബാബു പാസ്റ്റർ പറഞ്ഞ ആ ചെറിയ, ഞാൻ കേട്ട അത്രയും ഭാഗവും, അതോടൊപ്പം തന്നെ കഴിഞ്ഞ സൺഡേയിൽ ഞാൻ ചർച്ചിൽ അതിനോടനുബന്ധിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ ഇന്ന് വെക്കുന്നത്. ഈ 2 ചെറിയ സന്ദേശങ്ങളും നിങ്ങൾ കേൾക്കണം. ഞാൻ സൺഡേ ആരാധനയ്ക്ക് പറഞ്ഞ മെസ്സേജ് ദ മാൻഡേറ്റ് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. വളരെ ദൈവമക്കൾ പഠിക്കേണ്ട ഒരു സ്പിരിച്വൽ പാഠമാണ് ആ മെസ്സേജിലുള്ളത്. അതുകൊണ്ട് ഈ 2 മെസ്സേജും കേൾക്കണമെന്നുള്ള അപേക്ഷയോട് നിങ്ങൾക്ക് വേണ്ടി ആ ഭാഗങ്ങൾ ഒന്നുകൂടെ പ്രക്ഷേപണം ചെയ്യുകയാണ്. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. മാനിച്ചു. ദൈവം പ്രതീക്ഷിക്കുന്നതായ ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന. അപ്പച്ചൻ നമ്മുടെ സ്വരം കേൾക്കാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ കുട്ടി എന്തെങ്കിലും പറയോ എന്ന് കർത്താവ് കാത്തിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ, പെൺകുട്ടികളാണെങ്കിൽ നേരത്തെ സംസാരിക്കും, അല്ലേ? താങ്ക് യു, സ്തോത്രം. ഒരാളെങ്കിലും അത് പറയേണ്ട ധൈര്യം ഉണ്ടായല്ലോ, സ്തോത്രം. അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ നേരത്തെ സംസാരിക്കും. എത്ര? ഒരു 10 മാസം, സ്തോത്രം, ആണോ? അത് 1 വയസ്സാണോ? ആൺകുട്ടികളാണെങ്കിൽ അല്പം ലേറ്റായിട്ടായിരിക്കും. അപ്പോൾ ഒരു 1.5 വയസ്സെന്നിരിക്കട്ടെ, അല്ലെ 2 വയസ്സ്. ആ 2 വയസ്സാകുമ്പോൾ നമ്മൾ ഇങ്ങനെ 4-5 പേര് വീട്ടിലിങ്ങനെ സംസാരിച്ചിങ്ങനെ, വീട്ടിലുള്ളവർ അതിഥിയല്ല, ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഈ കുഞ്ഞ് കാക്കയെന്നോ തത്തയെന്നോ അപ്പനെന്നോ അമ്മയെന്നോ എന്തേലും പറഞ്ഞാൽ, എന്തെങ്കിലും ഇങ്ങനെ പറയാൻ തുടങ്ങും, നമ്മൾ എന്ത് ചെയ്യും? അയ്യോ ഒന്ന് നിർത്തിക്കേ, കുഞ്ഞെന്താ പറഞ്ഞേ, മോൻ പറഞ്ഞേ, മോള് പറഞ്ഞേ എന്നാ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കാൻ ആവലോടെ അപ്പൻ, അമ്മ, ആൻറ്റി, അങ്കിൾ, വലിയപ്പച്ചൻ, വലിയമ്മച്ചി ആയിരിക്കുന്ന ഒരു ചെവി കൊതിക്കുന്നത് പോലെ കാലമുണ്ടായത് തുടങ്ങി മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഏഞ്ചൽസ്, ദൈവത്തിൻ്റെ എത്രയോ ദൂതന്മാർ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, കുഞ്ഞാടി നീർക്ക, ദൂതൻ്റെ പാട്ട് കേട്ട് ഇരിക്കുന്ന കർത്താവിൻ്റെ ചെവിയിൽ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതൽ അപ്പച്ചനെ സ്തുതിക്കുമ്പോൾ അതേ ആവശ്യത്തിൽ അപ്പച്ചൻ പറയും, അയ്യോ ഒന്ന് നിർത്തിക്കുക, എൻ്റെ കുഞ്ഞ് ഏതാണ്ട് പറയുന്നുണ്ട്, ഞാനൊന്ന് കേട്ടോട്ടെ എന്ന ഒരു ദൈവഹൃദയം. കാരണം അവൻ നമ്മുടെ അപ്പനാണല്ലോ. കേട്ടോ, രാമേൻ പറ, സ്തോത്രം. സോ നിങ്ങളുടെ ശബ്ദം ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ശബ്ദം ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ശബ്ദം മനുഷ്യന് ഇഷ്ടമല്ലായിരിക്കാം. മനുഷ്യർ പറയുക, അവൻ പറഞ്ഞ ഒന്നും നടക്കത്തില്ല, അല്ലെ അവൾ പറയുന്നത് ട്രിവാൻഡ്രം മലയാളത്തിൽ പറഞ്ഞാൽ ഗൗനിക്കണ്ട, വകവെക്കണ്ട എന്നൊക്കെ ആയിരിക്കും മനുഷ്യർ പറയുന്നത്. പക്ഷെ മുട്ടുമടക്കി തകർന്ന ഹൃദയത്തോടെ നനഞ്ഞ കണ്ണോടെ അപ്പച്ചനോട് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ സ്വീകാര്യമാണ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ പെർഫെക്റ്റായ വാക്കുകളൊന്നും ആയിരിക്കത്തില്ല, പെർഫെക്റ്റായ വാക്കുബലറി ആയിരിക്കത്തില്ല. ഡിക്ഷണറിയിൽ കാണുന്ന, കടിച്ചാൽ പൊട്ടാത്ത, അല്ലെങ്കിൽ ഡിക്ഷണറി എടുത്ത് നോക്കുന്ന ഒരു വാക്കുകളൊന്നും ആയിരിക്കണമെന്നില്ല. സിമ്പിളായി നിങ്ങൾ പറയുന്നത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ശബ്ദം കേൾക്കുന്നത് എത്ര നല്ല കാര്യമാണ്. നിങ്ങൾ എത്ര പേര് ഈ ആഴ്ച ദൈവ ശബ്ദം കേട്ടു? I see number of hands. ആമേൻ. Hallelujah. Hallelujah.
हमसे बात करने वाले एक परमेश्वर को आराधना करें. ആമേൻ. നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം If ആരാധിക്കുന്നത്. our God is not talking, നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്നില്ല we are എങ്കിൽ just like another religion. നാം എന്ന മറ്റൊരു ധർമ്മത്തെ പോലെ ആയിത്തീരും. There is nothing special than our faith. നമ്മുടെ വിശ്വാസത്തിന്റെ പിന്നെ ഒരു സ്പെഷ്യാലിറ്റിയും ഇല്ല. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവം. हमारा परमेश्वर बात करने वाला परमेश्वर है. കഴിഞ്ഞ വീക്കില് ഒരു പാഠഭേദം ചെയ്തിരുന്നു. मैंने पिछले हफ्ते एक पाठ भेद किया था സംസാരിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ആ പാഠഭേദം ചെയ്തത്. कि उसमें मैंने बात करने वाले परमेश्वर के बारे में कहा है. സംസാരിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് ചെയ്തത്. मैंने आर्टिफिशियल इंटेलिजेंस के बारे में एक वीडियो बनाए थे. 3-4 മാസം മുമ്പ് 3-4 महीने पहले ഞാൻ BBC പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിൾ വായിച്ചു. मैंने BBC ने पब्लिश किया हुआ एक आर्टिकल रीड किया. ആ ആർട്ടിക്കിളിന്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ वो आर्टिकल समरी इस प्रकार से है. പീപ്പിൾ ആർ ബിഹൈൻഡ് AI ഗോഡ്സ്. आजकल लोग AI भगवान के पीछे है. AI ഗോഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? क्या आपने सुना है कि AI गॉड? ചിലര് ഈ AI എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിശാലമായ ലോകമാണ്. AI दुनिया मतलब बहुत बड़ा विशाल एक दुनिया है. ഒത്തിരി സോഫ്റ്റ്വെയർസ്. उसके अंदर बहुत सारे सॉफ्टवेयर. നമുക്കൊരു 2-3 എണ്ണത്തിന്റെ ഒക്കെ പേരെ അറിയാം. हमें केवल 1-2-3 सॉफ्टवेयर्स का नाम ही पता അത്യാവശ്യം है. ചാറ്റ് GPT, चैट GPT, പിന്നെന്താണ് ജെമിനി, जेमिनाई, ഗോർക്ക്, അല്ലേ? ഇതൊക്കെ AI സോഫ്റ്റ്വെയർസ് ആണ്. ऐसे कुछ AI सॉफ्टवेयर्स है. ഒത്തിരി ഉണ്ട്. बहुत सारे हैं. അപ്പൊ ഈ അടുത്ത സമയങ്ങളിൽ ദൈവങ്ങളുടെ പേരിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക. तो इन दिनों में जो है ये देवताओं के नाम लेकर इस सॉफ्टवेयर्स के नाम बना रहे हैं. ആളുകൾക്ക് വലിയ സന്തോഷമായി. लोग बहुत खुश हो गए ഈ സോഫ്റ്റ്വെയറിൽ ആ പേര് പറഞ്ഞ ദൈവത്തോട് ചോദ്യം ചോദിച്ചാൽ AI ഉത്തരം തരും. कि इस सॉफ्टवेयर में उस देवता के बारे में कुछ पूछेंगे तो AI जो है वो जवाब നമ്മൾ देती है. ചോദിച്ചാൽ മതി. हमें सिर्फ पूछना है. അപ്പൊ BBC-യുടെ റിപ്പോർട്ടിന്റെ അകത്ത് तो उस BBC के रिपोर्ट के अंदर നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ഹരിയാനയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം എഴുതിയിട്ടുണ്ട്. हमारे नॉर्थ इंडिया में हरियाणा के एक लड़के का अनुभव वहां पर लिखा हुआ है. ഈ ചെറുക്കൻ പണ്ട് ഈ ഗുരുക്കന്മാരുടെ അറിവിലായിരുന്നു അവന്റെ ഈ ആത്മീക വിഷയങ്ങൾ ചോദിക്കാൻ പോകുന്നത്. ये लड़का पहले आत्मिक गुरुओं के पास जाकर अपना सवाल पूछता था, പക്ഷെ ഇപ്പം പുള്ളി അത് നിർത്തി. लेकिन अभी वो उसने बंद പുള്ളി रखा നേരെ है. തിരിച്ചിട്ട് अभी वो ഈ ദൈവങ്ങളുടെ പേരിൽ ഉണ്ടാക്കിയ AI ആപ്ലിക്കേഷനോടാണ് ചോദ്യം ചോദിക്കുന്നത്. ये जो देवताओं के नाम पर रखा हुआ जो AI है उससे सवाल पूछते हैं ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പുള്ളിക്ക് ആൻസർ കിട്ടുന്നു. और आर्टिफिशियल इंटेलिजेंस के द्वारा उसको जवाब मिल जाती है. വലിയ ഹാപ്പിയാ. वो बहुत खुश है പുള്ളി പറഞ്ഞു ദൈവം എന്നോട് സംസാരിക്കുന്നെന്ന്. और वो कहता है कि ये भगवान मुझसे बात कर रहे हैं. പണ്ട് നമ്മൾ ഇങ്ങനെ പറയുമായിരുന്നു, पहले हम भी ऐसा कहते നമ്മുടെ थे, ദൈവം സംസാരിക്കുന്ന ദൈവം. हमारा परमेश्वर बात करने वाला परमेश्वर അപ്പൊ है. അതിനൊരു ബദൽ സംവിധാനം ഉണ്ടായിരിക്കുകയാണ്. तो उसके लिए एक बदले में एक नया एक संविधान आया है. AI വഴി സംസാരിക്കുന്ന ദൈവങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. AI के द्वारा बात करने वाले भगवान ऐसे जाने वाले इस दुनिया में हम जीते हैं. അപ്പൊ നമ്മളെ ഈ ക്രിസ്ത്യാനികളിൽ ചിലർക്ക് തോന്നി तो मसीहियों में किसी लोग को ऐसे भी लगा യേശുവിന്റെ പേരിലും ഒരു AI ഉണ്ടാക്കണം. यीशु के नाम पे भी एक AI बनाते हैं. അവർ ആപ്ലിക്കേഷന് കൊടുത്ത പേര് ടെക്സ്റ്റ് ടു ജീസസ് എന്നാണ്. तो उन्होंने उस एप्लीकेशन नाम ऐसा दिया है कि टेक्स्ट टू जीसस. യേശുവിന് ടെക്സ്റ്റ് अयക്കുക. यीशु को टेक्स्ट भेजना. എങ്ങനെയുണ്ട് ഐഡിയ? क्या है, कैसा लग रहा है ये आइडिया? നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ഇഷ്ടമുണ്ടോ? क्या आपको वो एप्लीकेशन इस्तेमाल करना पसंद है? പക്ഷേ എല്ലാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും लेकिन सारा क्रिश्चियन कम्युनिटी including Catholic Church and the mainstream all churches including Pentecostal churches they rejected that software. आमेन. ये कैथलिक चर्च भी और पेंटिकोस्टल चर्च के ऐसे बहुत सारे कम्युनिटी ने उसको रिजेक्ट किया. അവര് പറഞ്ഞു അത് ദൈവദൂഷണമാണ്. उन्होंने कहा कि वो परमेश्वर का बदनाम करना जैसा എന്താ है. കാരണം? क्या है कारण? കാരണം ക്രിസ്തീയ വിശ്വാസത്തിന് क्रिस्तीय इस मसीही विश्वास में ഏയുടെ ആവശ്യമില്ല ദൈവത്തോട് സംസാരിക്കാൻ. AI की जरूरत नहीं है परमेश्वर से बात करने के लिए. കാരണം कारण നമ്മൾ വിശ്വസിക്കുന്നു हम ये विश्वास करते हैं നമ്മുടെ ദൈവം हमारा परमेश्वर ജീവനുള്ള ദൈവം. आमेन जीवित परमेश्वर है. आमेन. നമ്മുടെ ദൈവം हालेलुया. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. हमारा परमेश्वर मृत्यु से जी उठा परमेश्वर है. കഴിഞ്ഞ സൺഡേ നമ്മൾ സാംസ് 96 ആണല്ലോ പഠിച്ചത്. ഒന്ന് വായിച്ചത്. पिछले संडे हमने Psalms 96 रीड किए അതിനകത്തെ थे. ഒരു വാക്യം നമ്മുടെ ദൈവം വ്യത്യസ്തനാണെന്നുള്ളതാണ്. उसके अंदर एक आयत ऐसा है कि हमारा परमेश्वर अलग है. അവൻ സൃഷ്ടികർത്താവാ. वो सृष्टि करता है. അവനെ പോലെ ആരുമില്ലെന്നാണ് നമ്മൾ വായിച്ചത്. उसके समान कोई और नहीं है करके हमने पढ़ा है. ഹല്ലേലൂയ. हालेलुया.
യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു. यहोवा परमेश्वर महान और स्तुति के योग्य है. അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. वो सारी देवताओं से भी अधिक भय योग्य है. ജാതികളുടെ ദേവന്മാരൊക്കെയും जातियों का परमेश्वर മിഥ്യാമൂർത്തികളത്രേ. वो सारे मूर्ति है, യഹോവയോ लेकिन यहोवा ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. आकाश को बनाया है. ഹല്ലേലൂയ. हालेलुया. ഹി ഈസ് ദ ക്രിയേറ്റർ. वो सृष्टि करता है. ബാക്കി ഒത്തിരി ദൈവങ്ങൾ പേരിലുണ്ടെങ്കിലും വാട്ട് മേക്ക് ഇറ്റ് ഡിഫറെന്റ്. ഹല്ലേലൂയ. बाकी सारे देवताएं दुनिया में है, लेकिन हमारा परमेश्वर अलग है. സൃഷ്ടിതാവാണ്. वो सृष्टि करता है. അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റവൻ. वो मरकर जी उठा है. പ്രിയമുള്ളവരെ, ലോകത്തിൽ അങ്ങനെ ഒരാളേ ഉള്ളൂ. प्रियो, इस संसार में केवल एक മരിച്ച് ही ऐसा है. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരാളേ ഉള്ളൂ. आमेन. मरकर जी उठकर जीने वाला एक ही व्यक्ति है. യേശു ജീവിക്കുന്നുണ്ടെങ്കിൽ, यीशु मसीह अगर യേശു जीवित है तो, ഇന്നും ജീവനുള്ളവനാണെങ്കിൽ यीशु आज भी अगर जीवित है तो, യേശു സംസാരിക്കും. आमेन, तो यीशु बात करेगा. യേശു സംസാരിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? अगर यीशु बात नहीं कर रहा है उसका मतलब क्या है? യേശു നിങ്ങളോട് ഒരിക്കൽ പോലും മിണ്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? अगर यीशु आपसे एक बार भी बात नहीं किया है तो उसका मतलब क्या है? യേശു സംസാരിക്കാത്തവനാണെങ്കിൽ അതിന്റെ അർത്ഥം മറ്റൊരു റിലീജിയനെ പോലെ നമ്മുടെ റിലീജിയനും അല്ലേ? अगर यीशु मसीह बात नहीं किया होता तो दूसरे रिलीजन की तरह हमारा भी रिलीजन അപ്പൊ होता. എന്ത് ചെയ്യണം? तो हमें क्या करना है? യേശു സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. तो यीशु जो बात करते हैं वो सुनने के लिए हम तैयार होना है. എല്ലാ ദൈവമക്കൾക്കും യേശുവിനെ കേൾക്കാൻ പറ്റും. सारे परमेश्वर के बच्चे यीशु को सुन सकते हैं. എല്ലാ ദൈവമക്കൾക്കും പറ്റും. सारे परमेश्वर के बच्चे, സ്പെഷ്യലി खास तौर से ഏറ്റവും സഭയിലെ കൊച്ചു കുഞ്ഞായിട്ടുള്ള പുതിയ വ്യക്തി, इस कलीसिया के अंदर सबसे जो बच्चा जैसा एक नया विश्वासी है वो भी, ആ വ്യക്തിയോടായിരിക്കും യേശു കൂടുതൽ സംസാരിക്കുന്നത്. आमेन, उस व्यक्ति से यीशु मसीह ज्यादा बात करते हैं. ഹല്ലേലൂയ. हालेलुया. ഇവിടെയൊക്കെ ചിന്ത എന്താ? हमारी सोच क्या है? സഭയിലെ വലിയ വലിയ അഭിഷക്തന്മാരോട് കർത്താവ് ഒത്തിരി സംസാരിക്കുന്നു. कलीसिया के बड़े बड़े अभिषिक्त लोगों से परमेश्वर ज्यादा बात करते हैं. ഇപ്പൊ നമ്മുടെ ഒരു യൂസേജ് ആണല്ലോ, നമ്മൾ ഒരു പ്രയോഗമാണല്ലോ അഭിഷക്തൻ. ഹല്ലേലൂയ. तो हम हिंदी ऐसे वर्ड यूज करते हैं, अभिषिक्त लोग. ഞാൻ അങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത്. मैंने ऐसा नहीं पढ़ा है. നമ്മുടെ വീട്ടിലെ हमारे घर में ഹല്ലേലൂയ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്, हम सबसे ज्यादा सुनते हैं, നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് हम सबसे ज्यादा बात करते हैं നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളോട്. हमारे छोटे बच्चों से. ശരിയല്ലേ? सही है ना? നമ്മുടെ ചർച്ചയിൽ കുറെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. हमारे कलीसिया में बहुत सारे छोटे बच्चे हैं. ഞാൻ വലിയവരെ ഒന്നും സംസാരിക്കാൻ പോയില്ലെങ്കിൽ യുവമാരെയൊക്കെ ഞാൻ പരേശാനാക്കും. अगर मैं भले ही बड़ों से बात करने नहीं जाऊं, लेकिन मैं इस बच्चों से ज्यादा बात करता हूँ. നമ്മുടെ ലിയോയും കേഡോസും പിന്നെ അബിഗയിലും കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളില്ലേ? अमेन, अमेन, अमेन. यहाँ पे बहुत सारे छोटे छोटे बच्चे, अबिगेल, नोआ, काइरोस. യവന്മാർ എന്നെ കാണുമ്പോഴേ ഓടും. इन लोग मेरे को देख के ही भागते हैं. കാരണം ഇവർക്കറിയാം ഞാൻ ഇവനെ, എന്റെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാല് ഞാൻ കെട്ടിപ്പിടിച്ച് ഞെക്കി അങ്ങ് പൊട്ടിക്കും. मैं ऐसा प्रेम करता हूँ कि बच्चों को हाथ में लेके दबा देता हूँ. ഈ അശമാര് രണ്ടുപേരും എന്നെ കാണുമ്പോഴേ അവർക്കറിയാം ഉമ്മ തരാൻ വരിക. तो ये दोनों अभी मुझे देखकर जो है वो भागते हैं, ശരിയല്ലേ? क्योंकि उनको मालूम है कि अभी നമ്മൾ मेरे ഏറ്റവും पास. കൂടുതൽ സംസാരിക്കുന്നവരോടാ. तो हम सबसे ज्यादा ആരോട് किससे बात മിണ്ടിയില്ലെങ്കിൽ करते हैं? ഇവരോട് സംസാരിക്കും അല്ലേ? किसी से बात न कर तो बच्चों से ज्यादा बात करते हैं. നമ്മുടെ വീട്ടിലെ हमारे घर നമ്മുടെ में കൊച്ചു കുഞ്ഞിനോട് എല്ലാവരും കൊഞ്ചി സംസാരിക്കത്തില്ലേ? हमारे छोटे बच्चों से हम बहुत लाड में बात करते അവരുടെ हैं, ഭാഷ സംസാരിക്കത്തില്ലേ? उनकी भाषा में बात ആ करते हैं. പ്രായമുള്ളവരെല്ലാം കൂടെ അങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കുമോ? बड़े लोग से क्या हम उतने लाड से बात करते हैं क्या? അച്ഛൻ എത്ര റൊമാൻറ്റിക് ആണെങ്കിലും कितना भी रोमांटिक क्यों ना हो, കൊഞ്ചിക്കൊഴിഞ്ഞൊന്നും അധികം സംസാരിക്കത്തില്ല. उतना लाड प्यार में आके तो कोई बात नहीं करते हैं. നമ്മുടെയൊക്കെ പരാതി അതാ, എന്റെ അച്ഛൻ ഒട്ടും റൊമാൻറ്റിക് അല്ല. हम ഹല്ലേലൂയ. सबका शिकायत ये है कि मेरा पति ഒരു रोमांटिक नहीं നല്ല है. വാക്ക് പോലും പറയാൻ അറിയത്തില്ല. एक अच्छी बात बोलने भी नहीं അത് आता है. അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, वो उनकी दिक्कत അത് नहीं है, ക്രിയേഷന്റെ ഒരു പ്രശ്നമാണ്. वो क्रिएशन का एक दिक्कत है. അതേ അച്ഛൻ കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ ഭയങ്കര കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുക. वही पति जो है जब बच्चों से मिलते हैं तो बहुत ही लाड प्यार में बात करते നമ്മൾ हैं. ചിന്തിക്കും ഈ പുള്ളിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയാമോ? तो हम सोचते हैं कि ये व्यक्ति को ऐसे प्यार से बात करने आता भी है क्या? Are you listening me? क्या आप मुझे सुन रहे हो? ഹല്ലേലൂയ. हालेलुया. കുഞ്ഞുങ്ങളോട് ഒത്തിരി സംസാരിക്കും. छोटे बच्चों से बहुत बात करते हैं. അതുപോലെ वैसे ही സ്വർഗത്തിലെ അപ്പൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരോടാണെന്നറിയാം? स्वर्ग का परमेश्वर भी सबसे अधिक किससे बात करते हैं जानते हो? ക്രിസ്തുവിൽ ശിശുക്കളായി आमेन. ഇപ്പം ജനിച്ച കുഞ്ഞുങ്ങളോട്. और मसीह में जो शिशु है, जो अब भी पैदा हुए ऐसे विश्वासियों से. വചനം തുടർന്ന ഉടനെ വചനത്തിലൂടെ അങ്ങ് സംസാരിക്കുക. आमीन. वचन खोलते ही वचन से यूं ही बात करते रहते हैं. വചനത്തിലൂടെ അങ്ങ് സംസാരിക്കുക. അങ്ങ് തുറന്നാൽ മതി, അന്നേരമേ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അവിടെ आमीन, കിടക്കുക. आमीन. वचन खोलते ही जो सवाल पूछा उसका जवाब तुरंत मिल जाती है. കുറച്ച് പ്രായമായി കഴിയുമ്പം
थोड़ा एज होने के बाद में നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം 2 ദിവസം കഴിയുമ്പോഴേ മിണ്ടത്തുള്ളൂ. हम परमेश्वर से कुछ पूछेंगे तो 2 दिन के बाद ही अब हमको हमको जवाब भयंकर आती है, संकट। तो हम बहुत संकट हो जाते കർത്താവേ, हैं। ഇതെന്താ ഇങ്ങനെ? परमेश्वर अब ऐसा പണ്ട് क्यों? ഇങ്ങനെ അല്ലായിരുന്നല്ലോ. पहले तो ऐसे नहीं थे। ഞാൻ സ്പിരിച്വലി ഒത്തിരി വീക്കായി. मैं आत्मिक तौर से बहुत कमजोर हो गया। വീക്ക് ആയതല്ല മക്കളെ, वो कमजोर हुआ नहीं നീ है। മെച്ചൂർഡ് ആയെന്ന് ദൈവത്തിന് അറിയാം. आमेन। आप परमेश्वर जानता है कि आप मैच्योर हो चुके പണ്ട് हो। നിന്നെ ഹല്ലേലൂയ നീ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തന്നില്ലെങ്കിൽ അടുത്ത ദിവസം നീ സഭായോഗത്തിന് വരത്തില്ലെന്ന് കർത്താവിന് അറിയാം. पहले अगर तू सवाल जब पूछते तो अगर मैं जवाब नहीं दूं तो तू संडे नहीं आएगा, वो परमेश्वर को പക്ഷേ मालूम ഇപ്പൊ था। കർത്താവിന് അറിയാം 2 ദിവസം നിന്നോട് മിണ്ടിയില്ലെങ്കിലും നീ എവിടെ തന്നെ കാണും, കാരണം നീ സ്ട്രോങ് ആയി. लेकिन अभी परमेश्वर को ये मालूम है कि अभी 2 दिन तुझसे बात ना भी करूं तो तू वहीं रहेगा, क्योंकि तू अभी मजबूत बन चुका है। അപ്പം കൊച്ചു കുഞ്ഞുങ്ങളോട് ഒത്തിരി മിണ്ടും കേട്ടോ. तो पिता बच्चों से बहुत बात करते അവിടെ हैं। നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ. ഇഫ് യു ആർ സ്പിരിച്വലി വീക്ക് ഓർ ഇഫ് യു ആർ എ ചൈൽഡ് ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ്, ദൈവം നിങ്ങളോട് ഒത്തിരി മിണ്ടും. आमेन। अगर आप शिशु है परमेश्वर के आत्मिक जीवन में या आप कमजोर है तो परमेश्वर आपसे बहुत बात करेंगे। ഹല്ലേലൂയ. हालेलुया। അതുപോലെ वैसे ही കൊച്ചു കുഞ്ഞുങ്ങൾ പറയുന്നതാ കർത്താവ് ഒത്തിരി കേൾക്കുന്നത്. छोटे बच्चे जो बोलते हैं वो परमेश्वर ज्यादा सुनते हैं। കഴിഞ്ഞ ദിവസത്തെ കർത്താവിന്റെ ദാസൻ പ്രസംഗിക്കുന്നത് കേട്ടു. पिछले दिन एक परमेश्वर के दास ने इस प्रकार से प्रचार करते मैंने അദ്ദേഹം सुना। പറഞ്ഞു, उन्होंने कहा ഈ നമ്മുടെ വീട്ടിലെ हमारे घर में ഒരു കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ, एक बच्चा है। അദ്ദേഹം പറഞ്ഞതാ കേട്ടോ. उन्होंने कहा है, എനിക്കിത് പറഞ്ഞപ്പോൾ അതുകൂടെ അങ്ങ് കണക്ട് ചെയ്യണമെന്ന് തോന്നി. तो जब ये बोल रहा हूँ तो मुझे कनेक्ट करने का मन किया। കൊച്ചു കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായമുണ്ട് അല്ലേ? छोटे बच्चे बात करने का शुरुआत करने की एक उम्र है। ഏത് പ്രായത്തിലാ? कौन से साल में? എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ പറ. ഇപ്പം 1 to 2 ഓക്കെ. ഇന്നലെ ആ കർത്താവിന്റെ ദാസൻ പറഞ്ഞത് എന്താണെന്നറിയാം? कल परमेश्वर के दास ने क्या कहा? പെമ്പിള്ളാരാണ് എളുപ്പം മിണ്ടുന്നത്. लड़कियां जो है वो जल्दी बात करने की ഞാൻ स्टार्ट करती അങ്ങനെയായിരുന്നു हैं। കേട്ടോ. और डोना वैसे ही थी। ഡോണയ്ക്ക് പിന്നെ ഒരു 4, 5, 6 മാസം ആയപ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് കോശിഷ് ചെയ്യുക സംസാരിക്കാൻ വേണ്ടി. वो जैसे ही 4-5 महीने में आई तभी वो कोशिश करती थी बात करने का। നമുക്ക് മുഖം കണ്ടറിയാം. ഷീ വോണ്ട് ടു എക്സ്പ്രസ് സംതിങ്. चेहरा देख के समझ आती है कि उसको कुछ तो एक्सप्रेस करना ही എനിക്ക് था। എന്തൊരു വിഷമായിരുന്നു അറിയാം. तो मैं कितना दुख होता था കൊണ്ടൊക്കെ കാണിക്കുമ്പോ वो जब मुंह खोल के ഞാൻ सब നിന്ന് कुछ പറയും बताती थी। പോരട്ടെ പറ പറ. तो मैं बोलती थी हाँ बोलो बोलो। എനിക്ക് ഭയങ്കര വിമർശനമായിരുന്നു. ഈ കുഞ്ഞിന് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. तो मुझे बहुत ऐसा दिक्कत आता था कि बच्ची बोल नहीं पा रही है। ശരിയല്ലേ? ഞാൻ സാന്റിയോട് പരാതി പറയായിരുന്നു. ഈ കൊച്ചിന് ഏതാണ്ടൊക്കെ പറയണം. मैं सैंडी से कहता था कि बच्चे को कुछ ना कुछ तो कहना है, പറയാൻ പറ്റുന്നില്ല. लेकिन वो बोल नहीं पा रही है। അങ്ങനെ ഒരു 8-9 മാസം ആയപ്പോഴേക്കും പുള്ളിക്കാരി സംസാരിക്കാൻ. ऐसे 8-9 मंथ होते ही वो बात करने लग गई। നിങ്ങൾക്കറിയാമോ നമ്മൾ വീട്ടില് हमारे घर में വലിയ വലിയ ആളുകളെല്ലാം കൂടെ വൈകിട്ട് വന്നിരുന്ന് സംസാരിക്കുക. बड़े बड़े लोग सब आकर बैठकर बात करते അപ്പൊ हैं। നിങ്ങളുടെ 9 മാസമോ 10 മാസമോ 1 വയസ്സോ ഉള്ള കൊച്ച് അതിലോട്ട് വന്നിട്ട് तो उसमें आपका 8 महीने का या 9 महीने का 1 साल का बच्चा उसके बीच में ആദ്യമായിട്ട് आकर കൊച്ചൊരു വാക്ക് പറഞ്ഞു. अगर पहली बार उसने कुछ बात कह दिया, ഇവിടെ ഭയങ്കര എന്താ പറഞ്ഞത് ഇന്റർനാഷണൽ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. यहाँ पर बहुत बड़े इंटरनेशनल बात की डिस्कस हो പക്ഷെ रही ഒരു है, നിമിഷം കൊണ്ട് എല്ലാവരും സൈലന്റ് ആയി. लेकिन एक पल के लिए सब शांत हो जाते हैं। അപ്പനും അമ്മയും എക്സൈറ്റഡ് ആയി. माता पिता बहुत एक्साइटेड हो അവരോട് गए। എല്ലാവരും നിർത്ത്. उन्होंने कहा सब रोको, നീ എന്തോ പറഞ്ഞത് कि तूने अभी क्या कहा है? ഒന്നുകൂടെ പറഞ്ഞാട്ടെ. एक बार और कह दो। പറയത്തില്ലേ? क्या हम कहते हैं ना? പറയുമോ? क्या हम कहेंगे कि എന്താ नहीं? കാരണം? क्या है कारण? കുഞ്ഞ് പറയുന്ന കേൾക്കാൻ ഒത്തിരി ഇഷ്ടമായി. हमें क्योंकि जब बच्चा बोलता है तो वो सुनना हम बहुत पसंद करते हैं। ഹലോ, हालेलुया। ഡാനിയ ആദ്യമായിട്ട് വിളിച്ചത് ഡാഡാന്ന്. എന്റെ അഭിമാനമായിരുന്നു. डैनी ने पहली बार अपने मुंह से डाढ़ा करके बोला था। കട്ടിലൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ഒറ്റ വിളിയോ ഡാഡാ. बेड में से उठकर बैठकर डाढ़ा बुलाया। ഹല്ലേലൂയ. എന്തൊരു സന്തോഷം എന്നറിയാം. कितनी बड़ी खुशी की അപ്പൊ बात है നിങ്ങൾ वो। മിണ്ടുന്ന കേൾക്കാൻ സ്വർഗത്തിലെ അപ്പന് ഒത്തിരി आमेन। ഇഷ്ടമാണ്. तो आप जब बात करते हो वो सुनने के लिए पिता परमेश्वर को बहुत നിങ്ങളോട് आनंद है। മിണ്ടാൻ സ്വർഗത്തിലെ അപ്പന് ഒത്തിരി ഇഷ്ടം. आपसे बात करने के लिए भी परमेश्वर को ഇച്ചിരി बहुत आनंद വളർന്നു है। കഴിയുമ്പോൾ थोड़े बड़े हो जाने के बाद ചിലപ്പോ അത്രയും ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും കാണത്തില്ല. कभी उतना एक्साइटमेंट नहीं അതുകൊണ്ട് रहता ഞാൻ होगा। വിശ്വസിക്കുന്നു ദൈവം നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കും. इसलिए मैं विश्वास करता हूँ कि परमेश्वर Only आप one condition, are सबसे you बात ready to करेगा। listen him? क्या आप सुनने को तैयार है? क्या कान लगाने के लिए तैयार है? मैं നിങ്ങൾ കേൾക്കുവാൻ ചെവി ഒന്ന് തയ്യാറാണോ? കൂർപ്പിക്കാൻ തയ്യാറാണോ? നിങ്ങൾ अपने कान लगाने को എന്റെ तैयार അനുഭവം है? പറയാം. मैं मेरा अनुभव बोलता हूँ। ഞാൻ അപ്പ എന്നോട് മിണ്ടണം എന്ന് പറഞ്ഞപ്പോഴൊക്കെ जब मैंने कहा कि हे अब्बा मुझसे बात അപ്പൻ എന്നോട് करना, മിണ്ടിയിട്ടുണ്ട്. മക്കളെ तो ഒന്ന് मेरे നോക്കിക്കേ. अब्बा ने मुझसे അപ്പ बात എന്നോട് किया है। മിണ്ടണം എന്ന് പറഞ്ഞപ്പോഴൊക്കെ तो अब जब भी कहा है कि अब्बा मुझसे ഹല്ലേലൂയ बात करना, അപ്പൻ എന്നോട് മിണ്ടിയിട്ടുണ്ട്. तो अब्बा ने मुझसे बात किया है। ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ये पिछले दिनों में ഇന്ന് രാവിലെ ദൈവം എന്നോട് സംസാരിച്ചു. आज सुबह परमेश्वर ने രാവിലെ मुझसे ഞാൻ बात किया। സ്ട്രഗിൾ ചെയ്യായിരുന്നു.
मैं सुबह बहुत കർത്താവ് स्ट्रगल कर എന്തോ रहा था വചനമാണ് ഇന്ന് പറയേണ്ടത്. परमेश्वर कौन सा वचन आज യെശയ്യാവ് 49 നിന്ന് നമ്മൾ തലോജയിൽ ഒരു വാക്യം ഞാൻ എടുത്തിട്ടു. यशायाह 49 में तलोजा में एक वचन हमने 14, लिया था 15, 16 വാക്യങ്ങളൊക്കെയാ. अब 15 16 14 15 16 ആ വാക്യം തന്നെ പറഞ്ഞാൽ മതിയോ എന്ന് ഇങ്ങനെ മനസ്സ് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. അപ്പൊ എനിക്ക് അതങ്ങോട്ട് കണക്ട് ആകുന്നില്ല. तो मैं पूछ रहा था कि वही वचन बोलना काफी है क्या, तो कनेक्ट नहीं हो पा रहा കാരണം था. എന്താണെന്നറിയോ? कारण क्या है? ഈ ദൈവം ഓരോ വചനങ്ങളും തരുന്നത് വരുന്നത് ആരൊക്കെയാ അവർക്ക് വേണ്ടിയുള്ള ദൂതായിട്ടാണ്. क्योंकि परमेश्वर वचन कैसे देते हैं, जो लोग यहाँ पर आते हैं उनके हिसाब से देते ദൈവം हैं. അങ്ങനെ പ്രവർത്തിക്കും കേട്ടോ. परमेश्वर वैसे काम എന്റെ करते हैं. ശുശ്രൂഷയുടെ ആരംഭ കാലങ്ങളിലൊക്കെ मेरे सेवकाई के शुरुआत के समय में ഞാൻ ഈ ചിലപ്പോ വീട്ടിൽ രാവിലെ ഇരിക്കുമ്പോൾ मैं घर पे जो सुबह बैठा रहता था, ഭയങ്കരമായിട്ടൊരു വചന ഹൃദയത്തിലോട്ട് തള്ളി കയറി വരും. बहुत एक अच्छा वचन हृदय के അതൊരു अंदर അനുഭവം, आती അതൊരു है. അനുഭവം. वो ആ एक വചനം अनुभव കിടന്ന് है മറിയുക അകത്ത്. और वो वचन अंदर ऐसे पड़े रहती है എന്നിട്ട് അന്ന് മുഴുവൻ അതങ്ങ് മറിഞ്ഞ് അതങ്ങ് മെഡിറ്റേറ്റ് ചെയ്ത് അങ്ങ് റെഡിയാകും. और वो वचन जो है अंदर पड़े रह के उसी पे ध्यान लगा के मेडिटेट करके वो तैयार हो जाती है. मेरे अनुभव से मैं कहता हूँ. അത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മീറ്റിംഗിന് ചെല്ലുമ്പോൾ उसके बाद में कोई ना कोई जब मीटिंग में അവിടുത്തെ जाता हूँ പാസ്റ്ററോട് ഫിന്നി എന്ന് വചനം പറയുന്നു. तो वहाँ पास्टर बोलते हैं कि आज वचन देना അപ്പൊ है. എനിക്ക് മനസ്സിലാകും तब मैं समझ രാവിലെ जाता മുതലേ हूँ. ഈ ഇളകി മറിഞ്ഞത് തള്ളി മറിഞ്ഞത് ഈ ജനത്തിനുള്ള ദൂത് ദൈവം കയറ്റിയിടുകയായിരുന്നു. तो सुबह से ये जो वचन अंदर घूम रही थी, ये परमेश्वर ने दिया हुआ वचन इस लोगों के लिए था. കഴിഞ്ഞ എന്നായിരുന്നു കഴിഞ്ഞ വീക്കിലെ मैं पिछले हफ्ते മംഗൾവാറായിരുന്നു തോന്നുന്നു അല്ലേ, शायद ट्यूसडे था, തലോജ ഞങ്ങൾ പോയിട്ട് ഞാൻ അങ്ങോട്ട് പോയി, എനിക്ക് അങ്ങോട്ട് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. तलोजा में जब ഞാൻ തിരിച്ചു വരുന്ന സമയം ആയപ്പോഴത്തേക്കും സാന്റിയും മമ്മിയും കൂടെ താഴത്തെ വീട്ടിലൊരു പ്രയറിന് പോയി. जब वापस आने का टाइम हुआ तब तक सैंडी और मम्मी नीचे घर पे प्रार्थना के लिए चले അപ്പൊ गए. ഞാൻ തിരിച്ച് 10 മണിയൊക്കെ ആയപ്പോ വന്നപ്പോൾ താഴത്തെ വീട്ടിലെ മെൽവിൻ ബ്രദർ എന്നോട് പറഞ്ഞു, तो जब मैं वापस आया तो रात को 10 बजे मेलविन ब्रदर ने मुझसे कहा ഇന്ന് ആന്റിയാ പ്രസംഗിച്ചതെന്ന് പറഞ്ഞു. कहा कि आज आंटी ने प्रचार किया था. നല്ല മെസ്സേജ് ആയിരുന്നു പറഞ്ഞു. अच्छा मैसेज था. ഞാൻ ഓർത്ത് ഏത് ആന്റി? मैंने सोचा कौन सा आंटी. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു സാന്റി ആന്റി ആയിരുന്നു. तो उन्होंने कहा कि सैंटी आंटी ने प्रचार किया. അതെങ്ങനെ സംഭവിച്ചു? तो वैसे ऐसे कैसे संभव हो गया? ഹല്ലേലൂയ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സാന്റി എന്നോട് പറഞ്ഞു, घर पर आने के बाद सैंटी ने मुझसे कहा, ഇന്ന് പ്രയറിന് പോകാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോ आज जब मैं प्रेयर में जाने के लिए तैयार हो रही എന്റെ थी മനസ്സിൽ ആരോ പറയുക, तो मेरे अंदर कोई कहा ഇന്ന് അവിടുത്തെ പാസ്റ്റർ പ്രസംഗിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? कि वहाँ अगर पास्टर प्रचार करने बोले तो मैं क्या करूंगी. അപ്പൊ ഞാനൊരു വചനം അങ്ങെടുത്തു. तो मैंने एक वचन ले लिया. അപ്പൊ ഞാനൊരു വചനം അങ്ങെടുത്തു. तो मैंने एक वचन ले लिया. ചിലപ്പോ പറഞ്ഞാലോ, कब कहीं अगर बोल दिए നമുക്കറിയാലോ तो സാന്റി അങ്ങനെ പ്രതീക്ഷിച്ച് പ്രസംഗിക്കാൻ പോകുന്ന ഒരാളെ അല്ല. हम जानते हैं कि सैंडी जी ऐसा एक उम्मीद के साथ അപ്പൊ प्रचार പുള്ളിക്കാരിക്ക് करने वाली ഹൃദയത്തിൽ है ही ചിന്ത नहीं. എന്തോ ഒരു ഉണ്ട് അല്ലേ? लेकिन उनके मन में एक चिंता अचानक से है कि कुछ तो है. എന്നിട്ട് അവിടുത്തെ മീറ്റിങ്ങിന് अगले मीटिंग में അവിടുത്തെ ദൈവദാസൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ സാന്റി പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിക്കാൻ പോയി, ഇനിയിപ്പോ നമുക്ക് സമയം തരത്തില്ല. तो परमेश्वर के दास ने जब उठा तो उन्हें लगा തീർന്നു. कि अब नहीं ചുമ്മാ मौका मिल എനിക്ക് सकता होगा. തോന്നിയതായിരിക്കും. तो मुझे यूं ही लगा रहेगा. ആ ദേവദാസൻ എഴുന്നേറ്റിട്ട് 2-3 സെന്റൻസ് പറഞ്ഞു, ഇന്ന് എനിക്ക് ഭയങ്കര പനിയാ. वो परमेश्वर के दास उठकर खड़ा हुआ, 2-3 सेंटेंस कहने के बाद कहा कि आज मुझे बहुत बुखार എനിക്ക് है, ശുശ്രൂഷിക്കാൻ ഒരു ആരോഗ്യമില്ല. मैं सेवा करने का बल नहीं है. സാന്റി സിസ്റ്റർക്ക് ശുശ്രൂഷിക്കാമോ? आज सैंडी सिस्टर यहाँ पर ये सेवा करेंगी. ഞാൻ സാന്റിയോട് ഇത് പറഞ്ഞില്ല, मैंने सैंडी से ये नहीं പക്ഷെ कहा, എന്റെ മനസ്സ് പറഞ്ഞു. लेकिन मेरा मन में ये कहा. പണ്ട് എന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഇങ്ങനെ ആയിരുന്നു. आमीन. मेरे भी सेवकाई के शुरुआत में वैसा ഞാൻ ही വീട്ടിൽ നിന്ന് था. ഇറങ്ങുമ്പോഴേ ദൈവം ഒരു വചനം ഇട്ടിട്ട് പറയാ, ഇന്ന് നിനക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. मैं जब घर से निकलता था तभी संसारिका मेरे बोला अंदर वचन डाल के बोलते थे कि आज तुझे मौका मिलेगा. പ്രതീക്ഷിക്കാതെ നമ്മളെ പൊക്കിയിട്ട് ഒരു 5 മിനിറ്റ് തരും, 10 മിനിറ്റ് തരും. तो अचानक से हमें उठाकर 5 मिनट या 10 मिनट देते थे. ഹല്ലേലൂയ. हालेलुया. പണ്ടത്തെ എന്റെ പ്രസംഗം ഇങ്ങനെ അല്ലായിരുന്നു. पहले मेरा प्रचार ऐसे नहीं था. 10 മിനിറ്റ് കൊണ്ട് ഞാൻ 1 മണിക്കൂർ പ്രസംഗിക്കുന്ന സ്പീഡിൽ പ്രസംഗിക്കുമായിരുന്നു. 10 मिनट में 1 घंटा का स्पीड में प्रचार करता था. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ ജോസഫ് മാത്യു പാസ്റ്റർ ചർച്ചിൽ വെച്ച് പറഞ്ഞത്, एक बार जोसेफ मैथ्यू पास्टर चर्च में ऐसे സഭായോഗം തീരാൻ ഇനിയും 15 മിനിറ്റേ ഉള്ളൂ, कलीसिया खत्म होने के लिए अभी 15 मिनट ही बाकी है. ഞാൻ പ്രസംഗിക്കാൻ പോയാൽ 1 മണിക്കൂർ എടുക്കും. अगर मैं प्रचार करने जाऊंगा तो 1 घंटा लग അതുകൊണ്ട് ഫിന്നി जाएगा. ബ്രദർ പ്രസംഗിക്കും. इसलिए फिन्नी ब्रदर प्रचार പുള്ളി ഒരു करेंगे. സൂപ്പർ ഫാസ്റ്റ് പ്രസംഗകനാണ്. वो एक सुपर फास्ट പുള്ളി 1 प्रचारक है. മണിക്കൂറിലെ കാര്യം 15 മിനിറ്റ് കൊണ്ട് പറയും. वो 1 घंटे के बाद को 15 मिनट में बता ഇപ്പോഴും ആളുകളുടെ പരാതി ഏതാ, ഭയങ്കര സ്പീഡാണ്. अभी भी लोग ये बोलते हैं कि बहुत फास्ट പക്ഷെ है. ഞാനിങ്ങനെ ബ്രേക്ക് ചെയ്ത് സംസാരിക്കുന്നത് ആളുകൾക്ക് മനസ്സിലാകണമല്ലോ. लेकिन मैं सब ब्रेक करके बात करता हूँ. അപ്പൊ लोगों യേശു को समझने के लिए. സംസാരിക്കുന്നവനാണ്.
तो हमारा यीशु मसीह बात करने वाला അപ്പൊ परमेश्वर എനിക്കൊരു है। സ്വസ്ഥതയില്ല. യശയ്യാവ് 49 എടുക്കാൻ എനിക്കൊരു സ്വസ്ഥതയില്ല. तो मेरे मन में एक शांति नहीं थी यशायाह 49 उठाने के लिए। ഇരമ്യാവിൽ നിന്നാ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളല്ലേ? मैं अभी इरम्या से पढ़ रहे हैं हम लोग। ഇരമ്യാവിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞ വചനത്തിന്റെ ബാക്കി കിടപ്പുണ്ട്. इरम्या ने कल जो मैंने कहा उस वचन की बाकी पढ़ा അത് हुआ है। പറഞ്ഞാൽ എന്താന്നൊരു ചിന്ത. अगर मैं वो बोलूं तो क्या പക്ഷെ है, मैंने അപ്പോഴും वो ഒരു सोचा। സ്വസ്ഥതയില്ല. तब भी मन के अंदर एक चैन नहीं आई। എന്തുകൊണ്ടാണെന്നറിയാം? क्यों नहीं आई? യേശുവിനെ നിങ്ങളോട് ആരോടോ സംസാരിക്കാനുണ്ട്. क्योंकि यीशु मसीह आज आप में से किसी न किसी से बात करना चाहता എന്റെ है। ഒരു അനുഭവം പറയാം. मैं एक अनुभव ഒരുപക്ഷെ बताता ഞാൻ हूँ। വേദി പറയുന്ന കാര്യം നിങ്ങൾ വീട്ടിൽ പറഞ്ഞ കാര്യമായിരിക്കും. हो सकता है कि मैं जो यहाँ पर स्टेज पे बोलता നിങ്ങൾ हूँ वो सब മനസ്സിൽ घर पे പറഞ്ഞ बोले होंगे। കാര്യമായിരിക്കും. शायद आपके मन में എന്താ आई हुई കാരണം? बात होता है। क्या है പരിശുദ്ധാത്മാവ് कारण? നിങ്ങളോട് സംസാരിക്കും. क्योंकि पवित्र आत्मा आपसे बात कर रही है। രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോ सुबह में जब घर से आया, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, पवित्र आत्मा ने मुझसे कहा, ദ മാൻഡേറ്റ് എന്ന് പറഞ്ഞു. ദ മാൻഡേറ്റ്. द मैंडेट कहा। മാൻഡേറ്റ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? मैंडेट वर्ड का मतलब क्या है? ഹലോ, മാൻഡേറ്റ്. मैंडेट। ഇപ്പം ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ जब एक सरकार अधिकारी में आता है, ജയിച്ച മുഖ്യമന്ത്രി പറയും, वो जीतने वाला मुख्यमंत्री कहेगा, the citizens they gave us mandate എന്ന് പറയും അല്ലേ? जो नागरिक उनको दिए हैं सब एक मैंडेट के तौर पर मिला है। ഭയങ്കര ഭൂരിപക്ഷത്തിൽ ജയിച്ചേക്കാം. बहुत ही एक बड़ी सक्सेस के साथ We उन्होंने have the जीता है। mandate എന്ന് പറയും. तो वो कहे कि हम एक मैंडेट है। അപ്പോൾ ഏറ്റവും നല്ലൊരു ഉദാഹരണം അത്. सबसे बड़ा उदाहरण है। മാൻഡേറ്റ് എന്താണെന്ന് അറിയാമോ? मैंडेट मतलब क्या മാൻഡേറ്റ് है? ഒരു പവറാണ്. वो एक पावर है, ताकत മാൻഡേറ്റ് है। ഒരു അതോറിറ്റിയാണ്. मैंडेट एक ഓ, अथॉरिटी है। ഇന്ന് പകൽക്കാലം ഈ വചനം ഒന്ന് പ്രകാശിക്കാൻ നിങ്ങൾ Amen। പ്രാർത്ഥിച്ചാട്ടെ. प्रार्थना करें कि वचन का प्रकाशन आज I यहाँ पर have प्रकट never हो। preached this message. मैंने ये मैसेज कभी प्रचार fresh नहीं one. किया। ये एक फ्रेश I want to मैसेज talk है। about the mandate. ये मैंडेट के बारे में कहने वाली संदेश है। Hallelujah. എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग विश्वास കഴിഞ്ഞ करेंगे? വീക്ക് നിങ്ങളോടൊക്കെ സംസാരിച്ചില്ലേ? आप सबसे परमेश्वर ने बात എന്നോട് किया है। വളരെ രസകരമായിട്ടാണ് കർത്താവ് സംസാരിച്ചത്. मुझसे परमेश्वर ने बहुत ही एक ഞാനത് अच्छे പറയണോ तरीके से വേണ്ടായോ बात की। എന്നിങ്ങനെ ശങ്കിക്കുക. वो मैं कहूँ या नहीं कहूँ, मैं डाउट कर रहा हूँ। വളരെ രസകരമായിട്ട് बहुत ही एक मजे के तौर पर परमेश्वर ने मुझसे बात किया है। നമ്മുടെ വേദോസം പ്രസംഗിക്കുന്നവരോട് നമ്മുടെ കർത്താവിന് പേരും അറിയാം, അഡ്രസ്സും അറിയാൻ തോന്നുന്നു അല്ലേ? हम बोलते हैं कि हमारा परमेश्वर हमारा नाम और एड्रेस भी जानता है। കാരണം ഹല്ലേലൂയ, വേദോസത്തിൽ പലരുടെയും പേരും അഡ്രസ്സും ഒക്കെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. वचन में परमेश्वर ने कई लोगों के नाम और संसारिक। एड्रेस प्रकट करवाया है। അഡ്രസ് ഉൾപ്പെടെ സംസാരിക്കും. एड्रेस के साथ परमेश्वर बात करते പക്ഷെ हैं। കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കാര്യം മനസ്സിലായി. लेकिन पिछले दिन मुझे एक പേരും बात समझ അഡ്രസ്സും में आई। മാത്രമല്ല കർത്താവിന് അറിയാവുന്നത്. केवल नाम और एड्रेस ही नहीं है जो ഞാൻ ഈ കഴിഞ്ഞ परमेश्वर ദിവസം जानता है। വൈകിട്ട് पिछले दिन शाम को എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഈ ദിവസങ്ങളിൽ. मुझे बहुत ഓരോ health ഓരോ issues आ रहा പരേശാനി. था। एक ना एक तो दिक्कत। അപ്പോൾ ചിലരൊക്കെ ആസാദി കാണുന്നവരൊക്കെ എനിക്ക് മെസ്സേജ് ഇടും, പാസ്റ്ററെ ദൈവാത്മാവ് പറഞ്ഞു പാസ്റ്ററിന് ഹെൽത്തിന് പ്രശ്നമുണ്ട്, പ്രാർത്ഥിക്കണം. आजादी में देखने वाले लोग messages. मैसेज करते हैं कि आपको हेल्थ ലോകത്തിന്റെ പല प्रॉब्लम है, ഭാഗത്തും प्रार्थना ആളുകൾ നമുക്ക് करना। വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? बहुत लोग हमारे लिए प्रार्थना करते हैं। ദൈവത്തിന് നന്ദി പറയുന്നു. परमेश्वर को धन्यवाद। അങ്ങനെയുള്ള ദൈവമക്കൾക്ക് വേണ്ടി they are praying for me. ऐसे परमेश्वर के दासों बच्चों के धन्यवाद। वो പാസ്റ്ററെ हमारे लिए പാസ്റ്റർ प्रार्थना ഹെൽത്ത് करते ഇഷ്യൂസ് हैं। ഉണ്ട്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. उन्होंने कहा कि पास्टर आपको हेल्थ इश्यूज है। അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് मैं घिसट के मैं लक्ष्य में पहुंचेगाന്ന് मैं ഇടയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഞാൻ ലക്ഷ്യത്തിൽ എടാ മന്ന എത്തുമെന്ന്. പിശാച് നീ എന്ത് പണി കാണിച്ചാലും എന്റെ ഡെസ്റ്റിനിയിൽ എന്റെ ലക്ഷ്യത്തിൽ ഞാൻ എഴഞ്ഞാണെങ്കിലും എത്തുവിടാന്ന് ഇടയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. इसीलिए मैं कहता हूँ कि हे बुरे शैतान, अगर तू कुछ भी मेरे विरुद्ध में पद्धति बनाए, मैं खिसक की भी क्यों ना हूँ, लेकिन मैं मेरे लक्ष्य में 2-3 पहुंचूंगा। ഡോക്ടർമാരെ കണ്ടു. मैं 2-3 डॉक्टर से मिला, അവർക്കൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല. वो कुछ समझ नहीं पाए। ഭയങ്കര ടെസ്റ്റ് ഒക്കെ. ഞാനൊരു ദർശനം കണ്ട് നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു ലാബിൽ പോയി ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കർത്താവ് നീ പറഞ്ഞതല്ലേ ലാബിൽ പോകാൻ ടെസ്റ്റ് ചെയ്യാം. तो मैं दर्शन देखा, इसलिए मैंने एक लैब में जाकर टेस्ट ഒരു करवाया। 9,000 രൂപയുടെ ടെസ്റ്റ് ചെയ്തു. 9,000 രൂപ. 9,000 रुपीज का टेस्ट किया। എല്ലാം നെഗറ്റീവ്, എല്ലാം ഓക്കെ. सब नॉर्मल है, ഹലോ, കേൾക്കുന്നുണ്ടല്ലോ നിങ്ങള്? പക്ഷെ എനിക്ക് അസുഖമുണ്ട്. लेकिन मुझे बीमार है। അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ദൈവസന്നിധി പറഞ്ഞു കർത്താവ് ഇന്ന് രാത്രി എന്നോട് പറയണം എനിക്ക് എന്തോ അസുഖമെന്ന്. मैंने कहा कि परमेश्वर मुझसे आज रात को कहना कि मुझे आज क्या നീ बीमारी है। സംസാരിക്കത്തില്ലേ? क्या परमेश्वर बात नहीं എത്രയോ करेगा? സ്വപ്നങ്ങൾ നീ നൽകിയിരിക്കുന്നു, कितने सारे स्वप्न परमेश्वर हमें എത്രയോ देते हैं, വെളിപ്പാടുകൾ कितने നൽകിയിരിക്കുന്നു. प्रकाशन परमेश्वर हमें दिए കർത്താവിന് हैं। സംസാരിക്കാൻ तो പറ്റത്തില്ല. क्या परमेश्वर बात മക്കളെ, नहीं करेंगे? കർത്താവ് സംസാരിക്കും. ഫിനി बच्चों, പാസ്റ്ററുടെ परमेश्वर മാത്രമല്ല, आपसे बात करेंगे। നിങ്ങളോട് ഫിനി പാസ്റ്റർ വലിയ ഭക്തനായോണ്ട് ആര് പറഞ്ഞു? आप केवल ये मत सोचो कि ഞാൻ फिनी എന്നും എന്റെ पास्टर से അപ്പന്റെ ही അടുക്കൽ बात ഒരു കൊച്ചു करेंगे। കുഞ്ഞാകട്ടോ. परमेश्वर के सामने हम हमेशा छोटा बच्चा है। ഞാൻ ചെന്നിട്ട് എന്റെ അപ്പാന്നാ വിളിക്കുന്നത്. मैं जाकर बुलाता हूँ कि हे अब्बा। എന്റെ അപ്പാന്നാ വിളിക്കുന്നത്. मैं जाकर പറയാൻ हे പറ്റുമോ अब्बा അപ്പാ എന്നോടൊന്നും कहता മിണ്ടൂടാന്ന്? हूँ। क्या आप बात बोल सकते हो कि अब्बा मुझसे बात करना? ഹല്ലേലൂയ. ഇമ്പസ്വരം
പറയാൻ പറ്റുമോ അപ്പ എന്നോടൊന്ന് മിണ്ടണേന്ന്? पिता बात करेगा, അപ്പം മിണ്ടുവോ? पिता बात करेगा। ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എന്നോടൊന്ന് മിണ്ടണം. तो मैंने कहा कि पिता परमेश्वर मुझसे बात ഭയങ്കര करना, രസകരമായിട്ടാണ്. तो बहुत ही मजे तौर से परमेश्वर ने ഒരു बात ഏർലി മോർണിംഗ് ആയപ്പോൾ किया। सुबह होते ही ഹല്ലേലൂയ അപ്പം എന്നോട് ആദ്യം പറഞ്ഞു, तो पिता ने सुबह मुझसे कहा, ഒരു വാക്ക് തന്നു. एक शब्द दिया। എനിക്കിപ്പോഴും ആ വാക്ക് ഓർമ്മയില്ല. मुझे अभी भी वो शब्द याद नहीं है। ഓർമ്മയുണ്ടെങ്കിൽ പറയാം. ആ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. मैं അപ്പം सर्च എന്നോട് ഒരു करके വാക്ക് ढूंढ പറഞ്ഞു. रहा था। पिता ने मुझसे एक शब्द कहा, അപ്പം എന്നോട് പറഞ്ഞ വാക്ക് मुझसे कहा वो शब्द മോറിംഗ. മോറിംഗ. ഹലോ മോറിംഗ. मोरिंगा। ആ ഞാൻ ഉറക്കത്തിൽ പകുതി ഉറക്കത്തിൽ സെർച്ച് ചെയ്ത് മോറിംഗ. मैं नींद पर सर्च कर रहा था कि मोरिंगा, അപ്പൊ അതൊരു ചെടിയുടെ പേരാ. तो वो एक प्लांट का नाम है। പിന്നെ ഞാൻ കിടന്നുറങ്ങി. फिर वापस सो गया। പിന്നെ ഞാൻ കേൾക്കുക ഒന്നുകൂടെ സെർച്ച് ചെയ്ത ഒലീഫ. तो फिर मैंने एक और सर्च किया, ओलिफा। എന്റെ ദൈവമക്കളെ, ഞാനപ്പോ സെർച്ച് ചെയ്തപ്പോ അപ്പൻ എന്നോട് പറഞ്ഞു ഒലീഫ സെർച്ച് ചെയ്തത് മോറിംഗ ഒലീഫ എന്ന് സെർച്ച് ചെയ്തു. तो कहा कि ओलिफा सर्च मत करो, मोरिंगा ओलिफा ഞാൻ सर्च മോറിംഗ ഒലീഫ എന്ന് പറഞ്ഞപ്പോൾ ബാക്കി ഗൂഗിൾ പറഞ്ഞു ഇറ്റ്സ് മോറിംഗ മോറിംഗ ഒലിഫറ. फिर मैंने सर्च किया मोरिंगा My ओलिफा। God. ഇതെന്താണെന്നറിയോ? ये क्या है? ഇത് ശാസ്ത്രീയ നാമം. ये एक साइंटिफिक नेम അപ്പൊ है। എനിക്കൊരു കാര്യം മനസ്സിലായി. तो मैं एक बात समझ गया, അപ്പന് പേരും അഡ്രസ്സും മാത്രമല്ല, पिता केवल नाम और അപ്പന് एड्रेस ही नहीं, സയന്റിഫിക് നെയിം പറഞ്ഞു നിന്നോട് സംസാരിക്കാൻ പറ്റും. आमीन, पिता एक साइंटिफिक नाम बोलकर भी आपसे बात करता है। വൈകിട്ട് ഞാൻ എന്താ ചോദിച്ചത്? तो मैंने क्या पूछा था അപ്പൊ അതിന്റെ രോഗം എന്താണെന്ന് വെളിപ്പെടുത്തി. कि पिता मेरा बीमारी क्या है मुझे बताना। അവൻ രോഗമല്ല വെളിപ്പെടുത്തിയത്, तो उन्होंने बीमार नहीं बता ഒരു के ചെടിയുടെ दिया, പേര് വെളിപ്പെടുത്തി. एक प्लांट का नाम बता कर दिया। അമേസിംഗ്. ഓ आमीन आमीन। അസാധാരണ ദൈവശക്തി ഞാൻ അനുഭവിച്ചു. मैंने एक असाधारण परमेश्वर की शक्ति को मैं अनुभव कर रहा हूँ। with the power of the Holy Ghost. आमीन, पवित्र आत्मा की बड़ी सामर्थ को मैं നിൽക്കാൻ अनुभव कर പറ്റാത്ത रहा അഭിഷേകം हूँ। ഈ സ്റ്റേജിലുണ്ട്. आमीन, मैं खड़ा नहीं हो पा रहा, एक ऐसी सामर्थ इस स्टेज पर है। അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എന്നോട് ഗൂഗിൾ പറഞ്ഞിരിക്കുക तब मैंने जब देखा It's तो a गूगल ने miracle मुझे plant. बता कर दिया कि मिरेकल प्लांट है। आमीन। ആരാണ് ഈ മോറിംഗ ഒലിഫറ? कौन है ये मोरिंगा നമ്മുടെ ओलिफेरा? മുരിങ്ങയ്ക്കാ. आमीन। ഹലോ, ഡ്രം സ്റ്റിക്ക്. ड्रम स्टिक, നമ്മുടെ മുരിങ്ങയ്ക്കാ. ड्रम स्टिक। അപ്പൊ തമ്പുരാൻ വെളുപ്പിനെ എന്നോട് എഴുന്നേപ്പിച്ചിട്ട് പറയടാ മുരിങ്ങയ്ക്കയില കഴിക്കടാ, അത്യാവശ്യം നിന്റെ ആർത്രൈറ്റിസും നിന്റെ ശരീരത്തിലെ വേദനയൊക്കെ മാറിവിടാതെ. तो परमेश्वर ये कह रहा है कि ये ड्रम स्टिक का पत्ता खाओ तो आपका जो बीमार है वो चला जाएगा। കഴിക്കണമെന്ന് പറഞ്ഞു. मैंने सुबह सैनिक से कहा कि मुझे मोरिंगा ओलिफेरा ഞാൻ खाना है। നെറ്റ് സെർച്ച് ചെയ്തപ്പോൾ ഫ്രഷ് ഇലയ്ക്ക്
250 ഗ്രാമിന് 500 രൂപ കണ്ട് അവർ എഴുതി വെച്ചു. तो मैंने नेट में सर्च किया तो 250 ग्राम के लिए 500 ഞാൻ रुपए അന്നേരം लिखे സാന്റിയ हैं। ചട്ടം കിട്ടിയ നമ്മുടെ ജിൻസിസ് റായിൽ ഇഷ്ടം പോലെ മൊലിങ്ക ഒലിഫറ അവിടെ ഉണ്ട്. ജിൻസി സിസ്റ്ററോട് പറഞ്ഞാൽ അത് ചാക്കുംപടി നമുക്ക് കൊണ്ടുതരും. तो सैंडिस ने कहा कि जिनसी सिस्टर के वहाँ पे बहुत सारे हैं तो उनसे कहेंगे तो वो लेके आ जाएंगे। ഓർഡർ കൊടുത്തോട്ടെ. സിസ്റ്ററോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം കൊണ്ടുവന്നു. ഹല്ലേലൂയ, അടുത്ത പ്രാവശ്യം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. अगली बार लेकर आने के लिए അപ്പോൾ कहा है। ദൈവത്തിന് സംസാരിക്കാൻ പറ്റുമോ? तो क्या परमेश्वर बात नहीं करेंगे? പേശും കടവുൾ, वो बात करने वाला परमेश्वर है, സംസാരിക്കുന്ന ദൈവം. वो बात करने वाला മക്കളെ, परमेश्वर നിങ്ങളുടെ है। ജീവിതത്തിലെ പരാജയത്തിന്റെ കാരണം എന്താണെന്നറിയാം? बच्चों, आपके जीवन का पराजय का रीजन क्या നിങ്ങൾ है? സ്റ്റക്കായി നിൽക്കുന്നതിന്റെ കാരണം आप എന്താണെന്ന്? स्टक होकर क्यों നിങ്ങൾ खड़े ഒരിക്കൽ हो? പോലും ദൈവശബ്ദം കേൾക്കാൻ ശ്രമിച്ചിട്ടില്ല. क्योंकि आप परमेश्वर के शब्द You सुनने are की busy कोशिश with नहीं किया hearing. है। നിങ്ങൾ തിരക്കിലാണ്. आप बिजी है। നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ പറയുന്നത് കേൾക്കാൻ തിരക്കിലാണ്. आपके चारों ओर खड़े होने वालों के शब्द നിങ്ങൾ सुनने के लिए आप ഡോക്ടർ बिजी है। പറയുന്നത് കേൾക്കാൻ തിരക്കില്ല. आप डॉक्टर क्या बोल रहे हैं वो നിങ്ങൾ सुनने के लिए आप കൗൺസിലേഴ്സ് busy है। പറയുന്നത് കേൾക്കാൻ തിരക്കില്ല. आप काउंसलर्स क्या बोल रहे हैं वो सुनने के लिए ഒരു बिजी വലിയ है। ക്രൗഡ് നിങ്ങളുടെ ചുറ്റുമാണ്. एक बहुत बड़ा भीड़ आपके चारों അവരെന്നെ ओर है। ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. वो कुछ ना कुछ कहे जा അവർക്ക് रहे എന്നെ हैं। ഒരു അഭിപ്രായമുണ്ട്. उन सब का अपना अलग अलग राय है। ഹലോ, हालेलुया। അഭിപ്രായം ഫ്രീ ആയിട്ട് ആളുകൾ പറയും അല്ലേ? राय लोग ऐसे ही फ्री में मुफ्त में देते हैं। ഉപദേശം ഫ്രീ ആയിട്ട് തരും അല്ലേ? उपदेश लोग फ्री में പ്രത്യേകിച്ച് देते ചെലവ് हैं എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ചെലവ് എന്തെങ്കിലും? क्योंकि उसमें कुछ खर्च तो ഇന്നലെ नहीं है। സാന്റി എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞു. कल मुझको सैंडी अच्छी ने मजाक उड़ाने के लिए कहा, ഈ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഉപദേശം കൊടുക്കത്തില്ല. सबको फ्री में उपदेश देते हैं ना। ഫ്രീ ആയിട്ട് ഉപദേശം തരുമെന്ന് നിങ്ങൾക്ക്. फ्री में उपदेश 10 मिल പേര് जाते हैं। ചുറ്റുമുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഉപദേശം ഉണ്ട് നിങ്ങളോട്. 10 लोग अगर 4 खड़े हैं तो അപ്പോൾ 10 लोग അവരെല്ലാം अपना अपना ഇങ്ങനെ राय देते रहते സംസാരിച്ചോണ്ടിരിക്കും. हैं। ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. वे लोग बात करते रहते തലയ്ക്ക് हैं। ഭ്രാന്ത് പിടിക്കുക. हमारे सर में हमारा ഓ, दिल गर्म होता വലിയ है। ആൾക്കൂട്ടത്തിന്റെ നടുവിൽ, I mean बहुत बड़े भीड़ के झुंड के നിങ്ങൾ ഈ बीच में, ശബ്ദങ്ങളുടെ നടുവില, इन शब्दों के बीच में है आप। എന്നാൽ അതിന്റെ നടുവിൽ ചെവി ഒന്ന് വട്ടം പിടിച്ചിട്ട് പറ, उसके बीच में अपने कान को बंद कर എനിക്ക് എന്റെ അപ്പന്റെ ശബ്ദം കേൾക്കണം. कि मुझे मेरे पिता की आवाज को सुनना है। അപ്പന്റെ ശബ്ദം मुझे मेरे വഴിതെറ്റിക്കത്തില്ല. पिता की आवाज सुनना है। ഞാൻ ശുശ്രൂഷയിലായിട്ട് more than 32 years. मैं सेवा में उतर के 32 साल से लगभग हो चुका हूँ। എന്റെ ക്രിസ്തീയ ജീവിതത്തിന് ഏകദേശം ആ പ്രായം. मेरे मसीह जीवन का भी उतना ही उम्र है। ഇന്ന് വരെ അപ്പൻ വഴി തെറ്റിച്ചിട്ടില്ല. अभी तक अब पिता ने रास्ता എന്ന് പറഞ്ഞാൽ भटकाया എനിക്ക് नहीं है। എന്റെ യേശുവിന്റെ ശബ്ദം കേൾക്കണം. अब कहो कि मुझे मेरे यीशु की आवाज को सुनना ഇതൊരു है। ഭയങ്കര സന്തോഷമുള്ള ജീവിതം. अब बहुत बड़ा आनंद का जीवन है। ഹല്ലേലൂയ. എന്നോട് സംസാരിക്കുന്ന ദൈവം നിങ്ങളോട് അതിൽ കൂടുതൽ സംസാരിക്കും. आमेन। जो मुझसे बात करने वाला परमेश्वर आपसे उसे अधिक बात करेगा। എത്ര പേർ പ്രാർത്ഥിക്കുക അപ്പ എന്നോട് മിണ്ടണമെന്ന്? कितने लोग ऐसे प्रार्थना कर सकते हैं कि अब्बा जरा मुझसे बात करना, ഹല്ലേലൂയ, ഒന്ന് മിണ്ടണമെന്ന്. कि जरा मुझसे बात സ്കെയിൽ करना। മാറ്റി ഒന്ന് എടുക്കണേ. എനിക്ക് തോന്നുന്നു എനിക്ക് കൂടെ പാടാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ലെവലിൽ വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പഴയ സ്കെയിലില്ലേ അതാ. ഹല്ലേലൂയ. ഹിന്ദിയിലൊന്ന് പാടിക്കാട്ടെ. ഹല്ലേലൂയ. അബ്ബാ ജരാ മുസ്സെ ബാത് കരോ, तेरी आवाज मुझे सुनने दो, अब्बा जरा मुझसे बात करो, तेरी आवाज मुझे सुनने യശപ്പായൻ ജപം കേളുമയ്യാ, പരിശുദ്ധ സീതത്തെ കാട്ടുകയാ. യശപ്പായൻ ജപം കേളുമയ്യാ, പരിശുദ്ധ സീതത്തെ കാട്ടുകയാ. ഓ കാട്ടുകയാ,
യേശപ്പൻ ജപം കേളുമയ്യാ പരിശുദ്ധ സീതത്തെ യേശപ്പൻ ജപം കേളുമയ്യാ പരിശുദ്ധ സമയങ്ങളിൽ നമ്മൾ ആ വചനത്തെ ഒന്ന് പഠിക്കാൻ പോകുകയാണ്. अभी थोड़ी देर हम एक वचन से मनन करने जा रहे हैं. परमेश्वर हमसे बात करेंगे. ബൈബിൾ കയ്യിലുള്ളവരൊക്കെ വേദോസം ഒന്ന് പിടിച്ചാൽ जिसके पास बाइबल है वो अपना बाइबल हाथ में उठाए और कहे ഈ പുസ്തകം സംസാരിക്കുന്ന പുസ്തകം. ये पुस्तक बात करने वाला पुस्तक है. This is my talking, my speaking book. ये मेरा बात करने वाला पुस्तक है. പിടിച്ചു പറഞ്ഞാട്ടെ ഇത് എന്നോട് സംസാരിക്കുന്ന ऐसे പുസ്തകം. कहो कि ये पुस्तक मुझसे बात करने वाला ഈ पुस्तक है. വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കാൻ ये वचन के द्वारा परमेश्वर मुझसे बात करना चाहता है. ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ मेरे सवालों का जवाब मिलने जा रहा അത്ഭുതം है. ചെയ്യാൻ പോകുകയാണ്. अद्भुत करने जा रहा है. Hallelujah. Hallelujah. The mandate. The mandate. The Jeremiah mandate. Jeremiah mandate. നമ്മൾ ജെറമിയായെ കളയുന്നില്ല. हम जेरेमिया को छोड़ नहीं रहे. ദിവസങ്ങളെല്ലാം പഠിക്കുന്ന ജെറമിയായെ കളയുന്നില്ല. पिछले दिनों में हम जो सीख रहे हैं वो Jeremiah mandate. Jeremiah mandate. Hallelujah. Hallelujah. ജെറമിയായ്ക്ക് ദൈവം കൊടുത്ത ചില മാൻഡേറ്റ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. जेरेमिया को परमेश्वर ने दिया हुआ कुछ मैंडेट में आपसे कह മാൻഡേറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലേ. मैंडेट क्या है मैंने आपसे മാൻഡേറ്റ് कहा. ഒരു അസാധാരണമായ പവറാണ്, അതോറിറ്റി. मैंडेट एक असाधारण शक्ति है, अथॉरिटी ഇലക്ഷന് है. ജയിച്ചു നിൽക്കുന്ന പാർട്ടി പറയുന്നു इलेक्शन में जीता हुआ व्यक्ति कहता है ഞങ്ങൾക്കൊരു മാൻഡേറ്റ് ഉണ്ട് कि हमें एक मैंडेट है. എന്ന് പറഞ്ഞാൽ मतलब എന്താണോ ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ വെച്ചത് क्या हमने उस मैनिफेस्टो पे रखा അത് है ജനം അംഗീകരിച്ചു. वो प्रजा ने अंगीकार അത് किया. നടപ്പിലാക്കാൻ उसको पूरा the करने के people लिए gave us mandate. लोगों ने हमारे Hello. ऊपर एक अधिकार दिया है. മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങളുടെ ഐഡിയാസ് हमारे आइडिया ഞങ്ങൾ ओपिनियन ജനത്തിന് മുമ്പിൽ വെച്ചത് हमने जो प्रजा के सामने रखी है ഇംപ്ലിമെന്റ് ചെയ്യാൻ उसको लागू करने के लिए ഞങ്ങൾക്ക് അതോറിറ്റി കിട്ടിയിരിക്കുന്നു. हमें अधिकार मिल चुका ഇത് है. ചോദിക്കാൻ ആർക്കും പറ്റത്തില്ല. अभी उसे कोई रोक नहीं ഞങ്ങൾ सकता. ഐഡിയയ്ക്ക് വേണ്ടി നിൽക്കുന്നു. we are going to implement it. हम जिस राय के लिए खड़े हैं हम उस चीज को हम पूरा करने जा रहे हैं. യിരെമ്യായ്ക്ക് കിട്ടിയ മാൻഡേറ്റാ പറയാൻ പോകുന്നത്. आमीन. यिर्मयाह को मिला हुआ मैंडेट ये मैं आपसे mandate कहना आरा चाहता हूँ. കൊടുത്തത്? ये मैंडेट किसने दिया है? മാൻഡേറ്റ് ജനമല്ല കൊടുത്തത്. ये मैंडेट प्रजा ने नहीं ഈ दिया. മാൻഡേറ്റ് ये अधिकार ശ്രദ്ധിച്ചു കേൾക്കണം. ध्यान से सुने. നിന്നെ സൃഷ്ടിച്ച യിരെമ്യാവേ നിന്നെ സൃഷ്ടിച്ച यिर्मयाह तुझे सृष्टि करता അമ്മയുടെ ഉദരത്തിൽ തന്നെ നിന്നെ കണ്ട माता की गर्भ में ही जिसने तुझे देखा. നിന്നെ അമ്മ നിന്റെ മുഖം കാണുന്നതിന് മുമ്പ് माता तेरे चेहरे देखने से पहले സ്വർഗ്ഗത്തിലെ ही ദൈവം നിന്നെ കണ്ടതാ. स्वर्ग का परमेश्वर ने देखा ആ है. ദൈവമാണ് നിനക്ക് മാൻഡേറ്റ് തരുന്നത്. वो परमेश्वर आपको मैंडेट देता है. ഇനി മനസ്സിലാക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒരു കാര്യം പറയാം. अब समझने के लिए मैं एक बात കഴിഞ്ഞ बताता 2 हूँ. ദിവസമായിട്ട് നമ്മൾ പറയുന്ന ഒരു ദൂതുണ്ട്. പ്ലാൻ എയിലേക്ക് ദൈവം നമ്മളെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യും. पिछले 2 दिन से हम कहने वाला एक वाणी है कि प्लान ए में परमेश्वर हमको लेकर आएगा. എന്റെ ജീവിതത്തിലെ പ്ലാൻ എ ബി സി ഡി അല്ലേ. हम कहेगा पर मेरे प्लान का ए बी सी പ്ലാൻ डी, എ ഒന്നും അല്ല നടക്കുന്നത്. लेकिन प्लान ए होता ദിസ് नहीं ഈസ് മൈ है. പ്ലാൻ ബി. ये मेरा प्लान बी ഇത് है. സി ആണ്. ये सी है. കഴിഞ്ഞ സൺഡേ മുതൽ ഞാൻ ഈ കാര്യം ഇവിടെ ചർച്ചയിൽ പറഞ്ഞു. पिछले संडे से मैं इस चीज को यहाँ पर बोल रहा हूँ. മനസ്സിലാവുന്നുണ്ട്? कितने लोग ये समझ रहे हैं? ABCD എന്ന് പറഞ്ഞാൽ എന്താ? प्लान ए बी सी मतलब ഈ क्या है? പ്ലാൻ പരാജയപ്പെട്ടാൽ അത് നമ്മൾ ചെയ്യും. अगर ये प्लान पराजय हुआ तो हम दूसरा അതും करेंगे. പരാജയപ്പെട്ടാൽ ഒരു തേർഡ് പ്ലാൻ. अगर वो भी पराजय हुआ तो हम थर्ड प्लान पे അങ്ങനെയൊക്കെയല്ലേ करेंगे. നമ്മൾ ജീവിക്കുന്നത്. हम वैसा जीते हैं ना. ഹലോ, हालेलुया. ചെറുപ്പത്തിലൊക്കെ എന്തൊക്കെ പ്ലാൻ ആയിരുന്നു എന്നറിയോ? हमारे बचपन में कितने बड़े बड़े प्लान्स थे हमारे. ശരിയല്ലേ? ഓരോരോ ആഗ്രഹങ്ങളെ एक हमारे आग्रह थे, इच्छाएं थी. സ്കൂളിൽ വെച്ച് ടീച്ചർ ചോദിക്കും എന്താ നിനക്ക് ആകാൻ ആഗ്രഹം. जब छोटे बच्चे स्कूल में टीचर्स पूछते हैं कि आपको क्या बनने की इच्छा है तो अपने अपनी इच्छा बताते हैं. ക്ലാസ്സിലൊക്കെ ആ ചോദ്യം ചോദിക്കുമ്പോൾ വിചിത്രമാകുന്ന ഉത്തരങ്ങൾ വരുമായിരുന്നു. हमारे क्लास में जो वो सवाल पूछते थे तो विचित्र आंसर्स आते थे. അല്പം ഗ്രാഹ്യമൊക്കെ ഉള്ള പിള്ളേർ പറയും ആസ്ട്രോനോട്ട് ആകണം. तो थोड़ा सा जो पढ़ने वाले बच्चे बोलते थे कि एस्ट्रोनॉट बनना ആകാശത്തൊക്കെ है. നോക്കി ഇരിക്കുന്നുണ്ട്. वो अभी आकाश देखकर बैठे നിങ്ങളുടെ होंगे. ആഗ്രഹം ആസ്ട്രോനോട്ട് ആകണമെന്നായിരുന്നു. उनकी इच्छा यह थी कि एस्ट्रोनॉट बनना है. പക്ഷേ ഇപ്പം അതൊന്നും ആകാൻ പറ്റിയില്ല. പക്ഷേ പുള്ളി പ്ലാൻ സിയോ ഡിയോ ഓടിക്കുന്നുണ്ട് പുള്ളി. तो शायद प्लान सी या प्लान डी वो दौड़ा रहे अपने जीवन ഞങ്ങളുടെ में. ക്ലാസ്സിൽ കേട്ട വിചിത്രമായ ചില ഉത്തരങ്ങൾ. हमारे क्लास में सुने लो कुछ विचित्र जवाब. ചെറുക്കൻ എഴുന്നേറ്റ് പറഞ്ഞു എനിക്കൊരു ആനയുടെ പാപ്പാനാകണം എന്ന് പറഞ്ഞു. एक लड़का ने उठकर कहा कि मुझे हाथी. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ പാപ്പാനെന്ന് പറയും. ഇതിന് കാരണം എന്താണെന്നറിയാ? इसका कारण क्या है? ഞങ്ങളുടെ നാട്ടിലൊക്കെ തടി പിടിക്കാൻ ആനയെ കൊണ്ടുവരും. कि इसका कारण ये कि हमारे गांव में बच्चों हाथी को बच्चों लकड़ी नोकी लेकर कौन? आते हैं. तो ये बच्चा ने देखा
ഈ ചെറിയ മനുഷ്യൻ ഈർക്കിൽ പോലുള്ള മനുഷ്യൻ ഒരു ആനയുടെ മണ്ടയ്ക്ക് കയറി ഇരുന്നിട്ട് ഹല്ലേലൂയ ആനയെ ചവിട്ടി ചവിട്ടി ഓടിക്കുക. तो ये जो छोटा सा मनुष्य है वो हाथी के ऊपर बैठा है ആനയുടെ സ്റ്റിയറിംഗ് പുള്ളിയുടെ കയ്യിൽ. और हाथी का स्टीयरिंग इस व्यक्ति के हाथों में। ആനയ്ക്ക് സ്റ്റിയറിംഗ് ഉണ്ട്. ഈ ആനക്കാരൻ എങ്ങനെ ആനയെ നിയന്ത്രിക്കുന്നറിയാം? ये हाथी वाला जो हाथी को कैसे नियंत्रण ഇവന്റെ करता है, തള്ളവിരൽ വെച്ച് ചെവിയുടെ പുറകിൽ ചവിട്ടും. अपने पाव से कान के पीछे लगाते हैं। തള്ളവിരൽ ബിഗ് अपना पाव का जो अंगूठा होता है അത് വെച്ച് ചവിട്ടും. उससे उस ലെഫ്റ്റ് कान തിരിയണമെങ്കിൽ के അങ്ങോട്ട് पीछे, ചവിട്ടും, റൈറ്റ് തിരിയണമെങ്കിൽ അങ്ങോട്ട്. ആന അതുപോലെ അനുസരിച്ചു. तो उसके हिसाब से वो राइट या लेफ्ट वैसा लेते हैं। ചെറുക്കം നോക്കിയപ്പോ ഇത്രയും വലിയൊരു ആനയെ ഒരു ചെറിയ ഈർക്കിൽ പോലുള്ള മനുഷ്യൻ तो जब ये ഇങ്ങനെ ഓടിച്ചോണ്ട് പോകും. लड़का ने देखा तो इतना पतला सा एक लड़का इतना बड़ा हाथी को लेकर जा रहे हैं। കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളുണ്ട്. तो ये बच्चों की ജീപ്പ് इच्छा है। ഡ്രൈവർ ആകണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. किसी ने कहा कि जीप का ड्राइवर അന്ന് बनना है, ഞങ്ങളുടെ നാട്ടിലെ പ്രധാന വാഹനം ജീപ്പായിരുന്നു. क्योंकि उस समय पर हमारे ഈ गांव മലയൊക്കെ का ചാടി सबसे बड़ा गाड़ी ഭയങ്കര जीप ഹീറോ था। ആയ പുള്ളി ജീപ്പ് ഡ്രൈവർ. ये जीप लेकर हम हिमालय के ऊपर से उधर ബസിന്റെ जाते थे। കിളിയാകണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. किसी ने कहा है कि बस का क्लीनर കാരണം बनना അവനൊരു है, ഭയങ്കര ഹീറോ ആണ്. क्योंकि वहां पर वे लोग बहुत हीरो ബസ്സിൽ थे। ടിങ് ടിങ് ഇങ്ങനെ മണി അടിച്ചിട്ട് ഓടി ചാടി കയറി ചാടി ഇറങ്ങിയൊക്കെ പോകുന്ന കിളിയാകണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്. बस में घंटी से बजा के गाड़ी उतरना चढ़ना वो सब देखते हैं तो उनको लगता है कि बस का प्राइवेट बस का क्लीनर बनना पोर्टर है। होते हैं उनका बारे में मैं कह रहा हूं. അങ്ങനെ ആഗ്രഹിച്ചവരുണ്ട്. वैसे इच्छा रखने वाले लोग भी है, പലതായിരുന്നു സ്വപ്നങ്ങൾ അല്ലേ? अलग अलग सपने थे, പക്ഷേ लेकिन ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നിന്നിട്ട് പറയുക अभी हम यहाँ पर मुड़कर खड़े ഇതൊന്നും हैं। നടന്നിട്ടില്ല. ये कुछ भी नहीं हुआ है। ഞാൻ എയും ഇല്ല ബിയും ഇല്ല സിയിലോ ഡിയിലോ ആണ്. प्लान ए नहीं, बी नहीं, सी ഞാൻ या डी കഴിഞ്ഞ पर है। ഒരാഴ്ചയായിട്ട് പ്രാർത്ഥിച്ചു കർത്താവ് എന്റെ പ്ലാൻ എയിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരണം. पिछले एक हफ्ता से मैं प्रार्थना कर रहा हूँ कि परमेश्वर എന്നോട് मुझे प्लान ए में സംസാരിച്ചു. ഈ लेकर വചനം आना। എന്നോട് സംസാരിച്ച വചനം ये वचन मुझसे बात किया हुआ वचन है। ഒരാഴ്ച നിങ്ങൾക്കറിയാലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. अब मैं एक हफ्ते എന്റെ से यही बोल रहा हूँ, കർത്താവ് ഇതല്ല എന്നെ കുറിച്ചുള്ള പ്ലാൻ. परमेश्वर ये नहीं है मेरा प्लान, समथिंग बेटर। ഞാനിപ്പോ കോംപ്രമൈസ്ഡ് പ്ലാനിലായിരിക്കും. मैं अभी कॉम्प्रोमाइज प्लान I में want हो to सकता get हूँ। back into God's original purpose, original plan about my life. मेरे जीवन में परमेश्वर का एक ओरिजिनल मकसद पर मुझे लौट आना എനിക്ക് है, തിരിച്ചു പോകണം. मुझे लौट आना है। യേശു എന്നെ കുറിച്ച് എന്തിനാണോ എന്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞത്, यीशु ने मुझे किस काम के लिए, माता की गर्भ में मुझे പുറത്ത് रचा है। വരുന്നതിന് മുമ്പ് സ്വർഗം എന്താണോ എന്നെ കുറിച്ച് പദ്ധതി ഇട്ടത്. मैं बाहर आने से पहले स्वर्ग ने मेरे बारे में जिस चीज I'm की born with a योजना रखी purpose. है, I'm born with a purpose. तो मुझे उस पर्पस के साथ में യിരെമ്യാവിന്റെ पैदा हुआ പുസ്തകത്തിൽ हूँ। എഴുതിയ വാചകമാണ് കേട്ടോ. यिर्मयाह के बुक में लिखा हुआ है, You're born with a purpose. मैं मकसद के साथ पैदा ഒരിക്കൽ हुआ യിരെമ്യാവ് हूँ। ദൈവത്തോട് ചോദിച്ചു, एक बार यिर्मयाह ने ഈ परमेश्वर से കഷ്ടതയും पूछा സങ്കടവും ഒക്കെ കാണാനാണോ ദൈവമേ ഞാൻ ജനിച്ചത്? कि परमेश्वर ये दुख संकट को देखने के लिए मैं पैदा हुआ हूँ क्या? ഞാൻ എന്തിനാ ജനിച്ചത്? मेरी पैदा क्यों हुई है? ജീവിതം മുഴുവൻ കഷ്ടത അനുഭവിക്കാൻ അല്ലേ? जीवन ചിലരൊക്കെ पूरा അങ്ങനെ പറയുന്ന कष्ट को ആളുകളുണ്ട്. अनुभव करने के लिए मैं पैदा हुआ കർത്താവേ हूँ। ജീവിതം മുഴുവൻ കഷ്ടതയാ. कुछ लोग ऐसा कहते कि हे परमेश्वर पूरा ഇതിനൊരു जीवन कष्ट അവസാനമില്ല, है, ഇതിനൊരു അറുതിയില്ലേ? क्या इसका अंत नहीं है क्या? യിരെമ്യാവ് അങ്ങനെ ചോദിച്ചു. यिर्मयाह ने भी वैसा ही पूछा। യിരെമ്യാവ് 20 यिर्मयाह 20वां अध्याय 18 വാക്യം. 18। എന്താ എഴുതിയിരിക്കുന്നത്? मैं क्यों उत्पात और शोक भोगने के लिए जन्मा? Why I am born? मैं क्यों पैदा हुआ? Why did I ever come out of the womb मैं to क्यों see trouble and sorrow and to end my days in shame? കർത്താവ് ഇതിനാണോ ഞാൻ ജനിച്ചത്? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ? परमेश्वर क्या मैं इसलिए पैदा हुआ? അയ്യോ, आप लोग भी ऐसा पूछा होगा ना? നിന്ദിതയായി ജീവിക്കുവാൻ नाम धराई में जीवन संकट बिताने के सहित लिए, संकट सहने के നിങ്ങളുടെ लिए। ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ട്. आपने क्या आपके हृदय में ऐसा ഇതല്ല कहा ഞാൻ है? ആഗ്രഹിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ये नहीं मैंने चाहा था, क्या आपने ऐसे कहा है? പരിശുദ്ധാത്മാവ് നിങ്ങളോട് സ്നേഹത്തോടു കൂടെ പറയുക. तो पवित्र आत्मा आपसे बहुत ही प्रेम से बताता है, You are born with a purpose. आप एक मकसद के साथ पैदा हुए हैं। അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് ബ്രദർ സിസ്റ്റർ യു ആർ ബോൺ വിത്ത് എ പർപ്പസ്. आपके बाजू बैठने वालों को हाथ मिलाकर कहो कि भाई बहन आप एक मकसद के साथ Your पैदा हुए birth हो। is not an accident. आपकी पैदाई का एक्सीडेंट नहीं है। It do not matter your parents may or may not planned about you. ये मायने नहीं रखता कि आपका मकसद क्या है। आपका माता पिता आपका बारे में प्लान नहीं किया होगा. Amen, hallelujah। Hallelujah. But God planned your life लेकिन परमेश्वर ने आपका जीवन में एक प्लान even बनाया है। before your birth. आपके जन्म होने से In your पहले ही, mother's womb, आप जब माता के गर्भ God में chose you with a purpose. उसने आपको एक मकसद के साथ चुना है। അവനെ ഇരമ്യാവ് നീ എന്തിനാ കരയുന്നത്? तो हे यिर्मयाह तू क्यों रो रहा है?
ഈ സങ്കടം ലജ്ജയൊക്കെ അനുഭവിച്ച് ജീവിക്കേണ്ടതിനാണ് കർത്താവേ ഞാൻ ജനിക്കുന്നതെന്ന് നീ എന്തിനാടാ ചോദിക്കുന്നത്? ये संकट दुख और नाम धराई को सुनकर जीने के लिए मैं पैदा हुआ हूँ क्या, ये बोलकर तुम क्यों रो रहे हो? അധ്യായത്തിൽ തന്നെ पहला अध्याय में ഇരമ്യാവിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞെന്താ? यिर्मयाह को बुलाकर परमेश्वर ने कहा था അമ്മയുടെ ഊദരത്തിൽ ഇരിക്കുമ്പോൾ कि തന്നെ माता के गर्भ में जब तू रचा गया था तब ही മൈ ഗോഡ് ഹല്ലേലൂയ, എന്റെ കണ്ണ് നിന്നെ കണ്ടതാടാ, कि मेरी आंखें तुझे देखी है, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാ, मैंने तुझे चुना ഞാൻ है, നിന്നെ ഓർഡർ ചെയ്തതാടാ, मैंने तुझे ഞാൻ नियुक्त നിന്നെ किया है, അഭിഷേകം ചെയ്തതാടാ. मैंने तुझे अभिषेक നീ किया है, ജനിക്കുന്നതിന് മുമ്പേ, तेरे पैदा होने से തായുടെ पहले, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ आमेन, कोख के अंदर पैदा होने से സ്വർഗത്തിലെ पहले, ദൈവത്തിന്റെ പർപ്പസ് നിങ്ങളെ കുറിച്ചുണ്ട് കേട്ടോ. आमेन, स्वर्ग के लिए आपका एक बहुत बड़ा योजना നമ്മുടെ है, പ്ലാൻ അല്ല, हमारी योजना नहीं, ഡിവൈൻ പ്ലാൻ ഉണ്ട് കേട്ടോ. एक स्वर्गीय പക്ഷെ അത് योजना है, നമുക്കറിയത്തില്ല. लेकिन हम नहीं Let me repeat जानते. it. Hallelujah. मैं दोहराना Child, you are चाहता हूँ, born with a purpose. बच्चों आप एक पर्पस के साथ पैदा हुए हो. നിങ്ങൾ പറഞ്ഞിട്ട് കർത്താവേ आप कहो हे അതെന്റെ प्रभु, ജീവിതത്തെ കുറിച്ചുള്ള ഒറിജിനൽ പ്ലാൻ, मेरे जीवन का ओरिजिनल प्लान, എനിക്ക് അതിലേക്ക് തിരിച്ചു പോകണം. मुझे उसमें ഈ लौटना है. ദിവസങ്ങളൊക്കെ ഈ വചനം ഞാൻ ഇങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവേ എന്റെ പ്ലാൻ എയിലേക്ക് എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടോണേ. इन दिनों में जब मैं प्रार्थना कर रहा था तो मैं ऐसे प्रार्थना प्रार्थना करती हूँ, हमेशा मुझे प्लान ए पर लेकर जाना. എന്നെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് मेरे माता के गर्भ में ही എന്നെ കണ്ട് मुझे देखकर എനിക്ക് വേണ്ടി നീ വെച്ച പ്ലാന് मुझे तो रखा हुआ प्लान സ്വർഗത്തിലെ അപ്പ स्वर्ग का पिता എന്നിൽ പൂർണ്ണമായി തീരണം मुझ में पूरा होने दे. എന്ന് പറഞ്ഞാട്ടെ. ऐसे कहे, അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. ऐसे कह ദൈവം सकते അത് हो ചെയ്യും. तो परमेश्वर वैसा करेगा. നിങ്ങളുടെ ഇന്നത്തെ പ്ലാനിന് അപ്പുറമായിട്ട് സ്വർഗത്തിലെ പദ്ധതി നിങ്ങളിൽ എസ്റ്റാബ്ലിഷ് ആവും. आपके आज के योजना के बढ़कर परमेश्वर का जो योजना है वो आपके जीवन में पूरा Believe होगा. me. विश्वास करो, Believe me, विश्वास करो, God can do that. परमेश्वर वो कर सकता है, ദൈവത്തിന് ചെയ്യാൻ പറ്റും. परमेश्वर वो कर सकता है. ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. केवल परमेश्वर से ही वो വേറെ संभव है ആർക്കും പറ്റത്തില്ല. और किसी से वो അതുകൊണ്ട് संभव नहीं है. പൂർണ്ണമായിട്ട് കർത്താവിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് പറ, इसलिए पूरी तौर से प्रभु അപ്പൊ के हाथों पर ഇന്ന് समर्पण വരെ करके कहो कि पिता ഞാൻ आज ശ്രമിച്ചിട്ട് तक നടന്നില്ല, मैं परिश्रम करके പക്ഷെ नहीं ഇന്നു हुआ, മുതൽ लेकिन आज से അപ്പൻ എന്റെ കൂടെ നിൽക്കാൻ പോവാ. पिता मेरे साथ रुकने वाला है. ആണോ? ആ 20-ാം അധ്യായത്തിലെ वो 20वें आयत में യഹോവ ഒരു യുദ്ധവീരനെ പോലെ ഇരമ്യാവിന്റെ അടുക്കൽ ഇറങ്ങി വന്നു. यहोवा एक युद्ध वीर के समान यिर्मयाह के सामने उतर आता है. ഈ ഞാനും ദൈവം കൂടെ ഒന്നിച്ചു നിന്നതല്ല എന്താ? कि मैं और परमेश्वर एक साथ खड़े रहे तो क्या Miracle होगा? കേട്ടോ. मिरेकल होगा. ഞാനും ദൈവം കൂടെ ഒന്നിച്ചു നിന്ന अगर मैं और परमेश्वर साथ खड़े रहे നീ ഒരു മിറക്കിളായി മാറാൻ तो പോകുക. तू एक मिरेकल बनने जा रहा ശരിയല്ലേ है. ദൈവമക്കളെ? सही है ना प्रियो? ഒന്നിച്ചൊന്ന് നിന്നാട്ട് കർത്താവിനോട് കൂടെ आप प्रभु के साथ take a खड़े decision. रहे. ഇന്ന് മുതൽ ഞാൻ കർത്താവിന്റെ കൈ പിടിച്ച് ജീവിക്കും. एक निर्णय ले लो कि मैं आज से प्रभु का हाथ पकड़ कर Can somebody say चलूंगा. ദൈവാശ്രയം എന്റെ ജീവിത വിജയ രഹസ്യമായിരിക്കും. परमेश्वर पर भरोसा रखना मेरा जीवन का एक सक्सेस का कारण होगा. പലർക്കും ഇത് അറിയത്തില്ല. बहुत लोग ये नहीं വചനം जानते. പറയുന്നു മനുഷ്യനിൽ ആശ്രയിക്കുന്നവർ അവർ തകർന്നു പോകും. वचन कहते हैं कि जो मनुष्य पर भरोसा रखते हैं वो नष्ट हो ചിലർ जाएंगे. രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. कुछ लोग घोड़ों और कुछ रथों पर भरोसा रखते हैं, ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. लेकिन हम हमारा परमेश्वर यहोवा पर आश्रय रखा है. അവർ കുനിഞ്ഞു വീണു പോകും. वे जो है वो नष्ट हो जाएंगे. ആരാ വീണു പോകുന്നത്? कौन नष्ट हो जाता है? രഥങ്ങളിലും കുതിരകളിലും മനുഷ്യനിലും ആശ്രയിക്കുന്നവർ വീണു പോകും. जो लोग रथों और घोड़ों और मनुष्यों पर भरोसा रखते हैं वे गिर പക്ഷെ जाएंगे, ഞങ്ങൾ നിവർന്നു നിൽക്കും. लेकिन हम खड़े रहेंगे. ദൈവാശ്രയമാണ് अब क्योंकि परमेश्वर का എന്റെ ജീവിത आश्रय വിജയ രഹസ്യം. मेरे जीवन का विजय का പറയാൻ പറ്റുമോ? रहस्य. क्या बोल सकते हो? കർത്താവിൽ ആശ്രയിക്കാം. क्या परमेश्वर पर भरोसा रख നാളെ सकते हैं? നിങ്ങൾ ഈ സാക്ഷ്യം പറയും, कल आप भी गवाही दोगे. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു, आमीन, कि मैंने परमेश्वर पर അവൻ എന്നെ ഒരു भरोसा रखने അത്ഭുതമാക്കി से മാറ്റി. कि उसने मुझे एक अद्भुत बनाया है. आमीन, ദൈവാത്മാവ് हालेलुया. ചിലരെ നോക്കിയിട്ട് ദൂത് പറയും. पवित्र आत्मा किसी को देखकर वाणी कह रहा മനുഷ്യൻ है. അടച്ച വാതിൽ ദൈവം തുറക്കും. मनुष्य ने बंद किया हुआ द्वार परमेश्वर खोलेगा. എനിക്കറിയില്ല ബ്രദറെ, ഞാൻ പേര് വിളിക്കുന്നില്ല. मेरी खाना- മനുഷ്യൻ വഴി അടച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. मैं नहीं പക്ഷെ जानता कि ദൈവാത്മാവ് എന്നോട് मनुष्य പറയുന്നു, മനുഷ്യൻ അടച്ച വാതിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കും. നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? മനുഷ്യൻ നിങ്ങളുടെ വാതിൽ അടച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വാതിലുകൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ കൈപിടിച്ചിട്ട് അവിടെ, കർത്താവേ എന്റെ ജീവിതത്തിൽ വാതിലുകൾ നീ തുറക്കണം എന്ന് പറയണം. അത്ഭുതം Amen, സംഭവിക്കും. amen. Praise God. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഒരു പഴയ പാട്ടുണ്ട്, एक पुराना गाना इस प्रकार से എനിക്ക് है. പാടാൻ അറിയത്തില്ല ആ പാട്ട്, പക്ഷെ ये गाना नहीं- വരികൾ ഇങ്ങനെയാ. लाइन्स ऐसे है. മനുഷ്യൻ അടച്ചിടും വാതിൽ ദൈവം തുറന്നിടുമേ,
അവനിയിൽ ചിന്തകൾ വ്യർത്ഥമെന്ന് സൃഷ്ടിതമറിഞ്ഞിടുന്നു. അവനിയിൽ ചിന്തകൾ വ്യർത്ഥമെന്ന് സൃഷ്ടിതമറിഞ്ഞിടുന്നു. മനുഷ്യൻ അടയ്ക്കുന്ന വാതിൽ ദൈവം തുറക്കും. जो मनुष्य बंद करके रखने वाला ചിന്തകൾ द्वार വ്യർത്ഥമാണ്. परमेश्वर खोलेगा. You have a creator. आपका एक सृष्टिकर्ता है. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത हमारा परमेश्वर की സങ്കീർത്തനം 96 നമ്മൾ വായിച്ചു. भजन संगीता 96 में हमने पढ़ा അവൻ സൃഷ്ടിതാവാണ്. वो सृष्टि करता है. അവൻ നിന്നെ സൃഷ്ടിച്ചത് वो आपको जिसने सृष्टि അവന്റെ किया വലിയൊരു ഉദ്ദേശത്തോടാ. बहुत बड़ा पर्पस के साथ है. അവൻ അത് പൂർത്തീകരിക്കും. तो वो पूरा करेगा. ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ മതി. आप बस समर्पण कर കഴിഞ്ഞ दो, ദിവസം ഞാൻ अनुमति പറഞ്ഞു दे दो. കർത്താവേ എന്റെ പ്ലാൻ എയിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരണം. पिछले दिन मैंने कहा कि मुझे मेरे प्लान ए पर वापस लेकर ഇന്ന് രാവിലെ आना. കർത്താവ് എന്നോട് പറയുക, आज सुबह परमेश्वर ने നീ मुझसे कहा, ഓർക്കുന്നുണ്ടോ क्या तुझे याद നിന്റെ है ആദ്യത്തെ പ്രസംഗങ്ങൾ മുഴുവൻ 32 വർഷം മുമ്പ് ജെറമിയാവിന്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു. तेरे पहले के जो प्रचार थे वो यिर्मयाह से था. അന്ന് നിന്നോട് ഞാൻ പറഞ്ഞു, तब मैंने कहा था നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നത് ഞാനാണ്. हमें कि माता के गर्भ से मैंने तुझे बाहर लेकर അന്ന് आया है. നിന്നോട് ഞാൻ പറഞ്ഞു, उस दिन मैंने ये कहा, ജെറമ്യാവിനോട് പറഞ്ഞ ചില വചനങ്ങൾ. यिर्मयाह से कहा हुआ कुछ എടാ वचन, അതാടാ ഒറിജിനൽ പ്ലാന്. वो है ओरिजिनल നീ प्लान. അത് ചെയ്യുന്നുണ്ടോടാ? क्या तू वो कर रहा है? ജെറമ്യാവിന് കൊടുത്ത മാൻഡേറ്റ് ഒരു ഘട്ടത്തിൽ നിനക്ക് തന്നതാടാ. हमें यिर्मयाह को दिया वो मैंडेट एक समय पर मैंने तुझे सौंपा എടാ गया നീ था. ഇന്നത് ചെയ്യുന്നുണ്ടോ? क्या तू आज उसे कर रहा है? ശരിയാണല്ലോ കർത്താവേ, मैं कुछ कर नहीं, ഞാൻ മറന്നുപോയല്ലോ അത്. मैं वो भूल गया. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക. आज के इस वक्त पवित्र आत्मा मुझसे Come बात back कर to रहे हैं. your mandate. आपके मैंडेट में आप लौट Get आओ. your neighbor and say, आपके पड़ोसी से to the morning, Holy Spirit is talking to you. पवित्र आत्मा आपसे बात कर रही है. Child, come back to your mandate. आप आपके मैंडेट में लौट आओ. Hallelujah. ദൈവം ഒരു പർപ്പസ് വെച്ചാ വിളിച്ചത് കേട്ടോ. परमेश्वर एक मकसद के साथ बुलाया है. ശഖനാരാം തന്നെ നമ്മൾ വായിച്ച യിരെമ്യാവ് 20-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് പോർഷനില് हमने पढ़ा यिर्मयाह 20 के आखिरी आयतों में യിരെമ്യാവ് 20:18 അല്ല മക്കളെ, 14-15 ഒക്കെ അവിടെ നോക്കുമ്പോൾ 14-15 അവിടെ നോക്കുമ്പോൾ वहां पर हम ऐसा देख യിരെമ്യാവ് सकते സങ്കടം हैं. പറഞ്ഞു, यिर्मयाह ഞാൻ बहुत दुख ജനിച്ച है ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ, कि मैं जो पैदा हुआ वो दिन श्रापित हो എന്റെ जाए. അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. मेरी माता ने जिस दिन അയ്യോ मुझे जन्म दिया ഞാൻ वो दिन ജനിച്ചു धन्य പോയല്ലോ ना എന്നാണ് हो അല്ലേ? कि मैं അയ്യോ पैदा ഞാൻ हो ജനിച്ചു गया. പോയല്ലോ. ഇതൊക്കെ കാണാനാണോ ഞാൻ ജനിച്ചത്? ये सब देखने के लिए मेरी पैदा हुई है क्या? 15-ാമത്തെ വാക്യം, 15 आयत. നിനക്ക് ഒരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എന്റെ അപ്പനോട് അറിയിച്ച അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെടട്ടെ. श्रापित हो वो എന്ന് जन പറഞ്ഞാ जिसने मेरे पिता को ये समाचार देकर उसको बहुत മിഡ്വൈഫിനെ आनंदित किया कि മിഡ്വൈഫിനെ लड़के വരെ उत्पन्न हुआ ശപിച്ചു, है. ഡോക്ടറെ വരെ ശപിച്ചു, मतलब उसने मिडवाइफ को ആ डॉक्टर को പ്രോസസ്സിൽ सबको കൂടെ श्रापित നിന്നവരെ किया. മുഴുവൻ ശപിച്ചു. उस प्रोसेस में आने वाले सबको यिर्मयाह श्रापित किया. യിരെമ്യാവാ കേട്ടോ. यिर्मयाह श्रापित दे रहा है. പോലൊരു മനുഷ്യനാ അദ്ദേഹം. हमारे समान एक मनुष्य है നാല് वो भी. പുറത്തൊന്നും പ്രശ്നം വന്നാൽ ആരാ ഇങ്ങനൊക്കെ ചിന്തിക്കാതിരിക്കുന്നത്? चारों तरफ से मुसीबत आए तो कौन നമ്മൾ ऐसा കാണുന്ന नहीं വലിയ सोचता സ്പിരിച്വൽ होगा. ഹീറോസ് ഉണ്ടല്ലോ. हम देखने वाले बहुत स्पिरिचुअल We हीरोज may हैं be ना. thinking about that person as a spiritual giant. हम जिस व्यक्ति को एक स्पिरिचुअल जायंट समझते They may हैं have these kind of weaknesses in their life. उनके अंदर भी ऐसे सारे वीकनेसेस हैं. നിങ്ങൾ അവരെ നോക്കിയിട്ട് പറയല്ലേ, आप उनको देखकर ये मत कहो. നിങ്ങൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നരുത്. आपको इन्फीरियरिटी कॉम्प्लेक्स न എന്തേ? लगो नहीं न Inferiority लगे. complex. നിങ്ങളൊക്കെ ഫിനി പാസ്റ്റർ സ്റ്റേജിൽ നിന്ന് തകർത്ത് പ്രസംഗിക്കുന്നു. आप जब देख रहे हो तो फिन्नी पास स्टेज पर खड़े होकर बहुत प्रचार कर ഇൻഫീരിയോറിറ്റി रहे हैं കോംപ്ലക്സ്, അയ്യോ കർത്താവ് ആ ദേവദാസനെ പോലെ ഒന്നും എനിക്കാകാൻ പറ്റുന്നില്ലല്ലോ. तो आपको बहुत बड़ा इन्फीरियरिटी कॉम्प्लेक्स आता है कि मैं ആ उस परमेश्वर ദേവദാസന്റെ के दास के പേഴ്സണൽ समान मैं ലൈഫിൽ नहीं 10 बन रहा हूँ. കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. उस परमेश्वर के दास ने 10 बार उन्होंने ये അത് बात നിങ്ങൾക്ക് कही അറിയത്തില്ല. होगी. वो आप नहीं जानते होंगे. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? कि आप सुन അയ്യോ रहे നിങ്ങളെ हो പോലൊരു മനുഷ്യനായി യിരെമ്യാവ് കേട്ടോ. कि आपके समान एक व्यक्ति है Same way he यिर्मयाह. behaved as you. നിങ്ങൾ ചിലപ്പോഴൊക്കെ പ്രതികരിക്കുന്നത് പോലെ പ്രതികരിച്ച ഒരു സാധാരണ മനുഷ്യൻ. आमीन. वो भी एक साधारण मनुष्य है जिसने हमारी तरह एक प्रतिक्रिया किया. അതിന്റെ അടുത്ത വാക്യം ഒന്ന് കാണിച്ചു മക്കളെ. उसके अगले आयत, ഹല്ലേലൂയ. എന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ, എന്തുകൊണ്ട് എന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് എന്നെ കൊന്നുകളഞ്ഞില്ല. उसका मतलब इस प्रकार से है कि मेरी माता के गर्भ के अंदर ही क्यों मुझे नहीं मार डाला. അടുത്ത വാക്യം കൊടുത്തു. നെക്സ്റ്റ് വേർഡ് ഒന്ന് കാണിച്ചു. ഹല്ലേലൂയ. For he did not kill me in the womb. कि माता के गर्भाशय में ही मुझे कब्र बना दिया होता.
അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കലും? क्या ऐसे कभी किसी ने बात बोला എന്താ है? നിങ്ങൾ എന്നെ അങ്ങ് കൊന്നു കളയാഞ്ഞത് എന്ന് നീ ഒരിക്കലെങ്കിലും നിന്റെ അപ്പനോട് അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. पवित्र आत्मा इस प्रकार से आपको से पूछ के कि आप में से कोई अपने माता पिता को देखकर ऐसा पूछा है क्या कि मेरे माता के गर्भ में ही मुझे क्यों ചിലർക്ക് नहीं ദേഷ്യം मार വരുമ്പോൾ അത് डाला? പറയല്ലേ? ചിലർക്ക് ദേഷ്യം വരുമ്പോൾ അത് പറയും. किसी गुस्सा आता മനസ്സുകൊണ്ട് है तो പറഞ്ഞതല്ല. कहते हैं, मन से नहीं कहा, ദേഷ്യം വന്നപ്പോ പറഞ്ഞതാ. गुस्से में कहा था. ചിലരൊരു ദേഷ്യം ഇല്ലാത്തവ മനസ്സിൽ അത് ചിന്തിക്കും. जिसको गुस्सा नहीं आते मन में ऐसे सोचे होंगे, എന്താ എന്നെ കൊന്നു കളയാഞ്ഞത്? क्यों मुझे मार नहीं डाला? Why I am born? मैं क्यों पैदा हुआ? ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിൽ, പണ്ടത്തെ പുസ്തകം ബ്രോക്കൺ വെസലിനകത്ത് ഒരു ചാപ്റ്ററിന്റെ ടൈറ്റിൽ ഞാൻ ഇങ്ങനെ കൊടുത്തത്, मैंने लिखा हुआ एक पुस्तक है ब्रोकन वेसल, उसमें टाइटल मैंने ऐसे दिया था, അവരെന്നെ കൊന്നില്ല. उन्होंने मुझे नहीं मारा. ആര്? किसने? എന്റെ അപ്പനും അമ്മയും. मेरे माता पिता അവരുടെ ने. ഉദരത്തിൽ വെച്ച് എന്നെ കൊന്നില്ല. उन्होंने मुझे मार नहीं ഞാൻ डाला. ഓൺലൈനിൽ ഒരു ഡിവോഷനും ഇതിന്റെ പേരിൽ ഇട്ടിട്ടുണ്ട്. मैंने ऑनलाइन में एक डिवोशन भी डाला है. അവരെന്നെ കൊന്നില്ല. उन्होंने मुझे नहीं എന്താ मारा. കാരണം എന്നറിയാം? क्या है എന്റെ कारण? അമ്മയുടെ ഉദരത്തിൽ 3 മാസം ഉള്ളപ്പോൾ मेरे माता के गर्भ में जब मैं 3 महीने का था, ഡോക്ടേഴ്സ് പറഞ്ഞു डॉक्टर्स ने कहा ഈ കുഞ്ഞ് പ്രോപ്പറായിട്ട് ജനിക്കത്തില്ല. ये बच्चा प्रॉपर पैदा नहीं അതിനു होगा. മുമ്പ് അവർക്ക് ഉണ്ടായ തലമുറ നഷ്ടപ്പെട്ടു. उससे पहले उनको जो हुआ वो पीढ़ी नष्ट हो गया. അതൊരു പ്രോപ്പർ പ്രഗ്നൻസി ആയിരുന്നില്ല. वो एक प्रॉपर प्रेगनेंसी नहीं था. ഇപ്പൊ സെക്കൻഡ് ടൈമും അതേ സെയിം ടൈപ്പ് ഓഫ് പ്രഗ്നൻസി. तो सेकंड टाइम भी वही ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അത്ര അറിയത്തില്ല. डिटेल्स അവർ उतना പറഞ്ഞ नहीं जानता. പ്രശ്നമാണ്, ഇതിനെയും കിട്ടത്തില്ല. उन्होंने कहा कि ये भी नहीं मिल सकता, വേണമെങ്കിൽ ഇതിനെ നശിപ്പിക്കാം അല്ലേ? चाहिए तो इसे आप नष्ट कर പക്ഷെ എന്റെ सकते हो. അപ്പനും അമ്മയും എന്നെ കൊന്നു കളഞ്ഞില്ല. तो मेरे माता पिता ने मुझे അതുകൊണ്ട് नहीं मारा, ഞാനിവിടെ നിൽക്കുന്നു. इसीलिए आज मैं यहाँ पर खड़ा എനിക്ക് हूँ. 21 വയസ്സുള്ളപ്പം जब मैं 21 साल का था, കോട്ടയംകാരൻ കൊച്ചു സാർ എന്ന് പറഞ്ഞൊരു പ്രവാചകൻ कोटेम सर कोच सर करके एक എന്റെ भविष्यवक्ता തലയിൽ है, കൈവച്ചിട്ട് പറഞ്ഞു, उन्होंने मेरे सर पर हाथ रखकर कहा, നിന്റെ അമ്മയുടെ ഗർഭത്തിൽ माता के गर्भ में നീ മരിച്ചുപോയ ഒരു ചാപിള്ളയായിരുന്നു. आमेन, तू मरा हुआ एक बच्चा था, നിനക്ക് ഞാൻ ജീവൻ തന്ന് പുറത്തു കൊണ്ടുവന്നു. तुझे मैंने जीवन देकर बाहर लाया है. ഒരു ഇടയ ശുശ്രൂഷയ്ക്ക് एक चरवाहे की सेवकाई മീറ്റിംഗ് के लिए. കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് ഗുസ്തി പിടിച്ചു. मीटिंग के बाद मैंने जाकर उनसे ഞാൻ झगड़ा പറഞ്ഞു, किया. ജീവനുണ്ട്, ഞാനൊരു പാസ്റ്റർ ആകത്തില്ല. मैंने कहा कि मैं पास्टर नहीं അപ്പൊ बनूंगा. പുള്ളി പറഞ്ഞു, तो उन्होंने कहा, മോനെ बेटा അങ്ങനെയൊക്കെ പറഞ്ഞു, ऐसे सब बोल दो, പക്ഷെ കളിക്കൊന്നും വേണ്ട, ഒരു ദിവസം നീ ഒരു പാസ്റ്റർ ആകും. लेकिन एक दिन परमेश्वर तुझे पास्टर बनाएगा. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. आमेन, हालेलुया. പിതാവിനോട് ഞാൻ വഴക്കിട്ടി. ഞാൻ പറഞ്ഞു, ഞാൻ സുവിശേഷമല്ല, ഞാൻ പക്ഷെ പാസ്റ്റർ ആകത്തില്ല. मैंने बहुत झगड़ा किया. मैंने कहा कि मैं सेवकाई कर लूंगा लेकिन पास्टर नहीं बनूंगा. നമ്മയുടെ ഗർഭത്തിൽ ജീവനില്ലാതിരുന്ന എന്നെ ജീവൻ നൽകി ദൈവം പുറത്തു കൊണ്ടുവന്നത്. माता के गर्भ में जो जीवन नहीं था, मुझे जीवन देकर परमेश्वर ने इसलिए बाहर लाया है. എന്തിനു വേണ്ടിയാ? किस लिए? പ്ലാൻ സിയോ ഡിയോ നയിക്കാനല്ല, പ്ലാൻ എക്ക് വേണ്ടിയാ. प्लान सी या प्लान डी के लिए नहीं, प्लान ए के लिए പരിശുദ്ധാത്മാ है. നിങ്ങളോട് സ്നേഹത്തോട് പറയുക, पवित्र आत्मा आपसे प्रेम से बात അമ്മയുടെ करती ഉദരത്തിൽ है തന്നെ കുഞ്ഞ് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. कि माता के गर्भ में ही आपके बारे में एक बहुत बड़ी എപ്പോഴും പറഞ്ഞ योजना है. ഏർലിയസ്റ്റ് അത് മനസ്സിലാക്കണം. मैंने जिसको समझा वो जल्दी से समझ ഞങ്ങളൊക്കെ ले. ലേറ്റ് ആയി പോയത് മനസ്സിലാക്കണം. हम बहुत देरी से उस चीज കുഞ്ഞു को समझा പ്രായത്തിലെ है. അപ്പാ എന്നോടൊന്ന് മിണ്ടണം, എന്നോടൊന്ന് സംസാരിക്കണം, ഐ വാണ്ട് ടു നോ വാട്ട് ഈസ് യുവർ പർപ്പസ് അബൌട്ട് യുവർ ലൈഫ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ എത്ര ബ്ലെസ്സിംഗ് ആയിരിക്കും അറിയാം. छोटे उम्र से ही कि अब्बा मैं आपकी इच्छा को जानना चाहता हूँ, कि पर्पस को मैं जानना चाहता हूँ, अगर ऐसा पूछना कितनी बड़ी भाग्य की है, कि आशीष का कारण है. കർത്താവേ, പ്രായം ഇത്രയുമായി, परमेश्वर मेरी उम्र इतना हो എനിക്കൊരു गया ചാൻസ് है, കൂടെ തരണേ, मुझे एक और मौका दे ഒരു दे, ചാൻസ് കൂടെ തരണേ. एक और मौका दे, ഹല്ലേലൂയ. എന്നെ ഒന്നുകൂടെ ഉപയോഗിക്കണേ. मुझे इस्तेमाल कर, എന്നെ പഴയ ആ പദ്ധതിയിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുവരണം. मुझे मेरे ओरिजिनल प्लान पर लेकर आ. എത്ര പേർ പറയും? कितने लोग ऐसे कह पाएंगे? ദൈവമക്കളെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. परमेश्वर के बच्चों ऐसे जरा प्रार्थना കർത്താവേ, करें. എനിക്ക് നിന്റെ പെർഫെക്റ്റ് വില്ലിൽ ജീവിക്കണം. परमेश्वर मुझे आपके परफेक्ट विल में जीना है. പരിശുദ്ധാത്മാവ് ഈ വചനം പറയുമ്പോൾ തന്നെ पवित्र आत्मा जब ये वचन यहाँ पर दे Let रहा your हूँ तभी Spirit, Holy Spirit, capture the hearts, the minds of your people, Lord. पवित्र आत्मा आपकी प्रजा के हर एक व्यक्तियों के ओ, मन को, उपयोगिकणे। उनकी आत्मा को कब्जा करने पाए. ഇനിയും എന്നെ इस्तेमाल कर पिता परमेश्वर मेरा एक बेदारी के लिए इस्तेमाल कर. ഇനിയും എന്നെ എല്ലാവരും പ്രാർത്ഥിച്ചാൽ എന്നെ ഉപയോഗിക്കണമേ. लोग ऐसे प्रार्थना करें दिल के साथ.
ऐसे ऐसे अग्नि जो कभी मुझे भी नहीं। പ്രാർത്ഥിച്ചാട്ടെ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ वाले ज्योति के समान Hallelujah. अग्नि हमारे ऊपर हो लेना परमेश्वर। ऐसी अग्नि जो कभी बुझती नहीं। ഒരു ജ്യോതിസായി മാറുവാൻ അഗ്നിയെ പകർന്നിടുമേ. ഓ मैं हूँ यहाँ. प्रभु मैं हूँ यहाँ. Yes, Jesus. Here I am, Lord. Thank you, Holy Spirit. Repeat it. Halama shekhe. मैं हूँ यहाँ. ओ, हाथों को उठाकर समर्पण के साथ में शखाना आनंद ले. ओ, हालेलुया. अड़ियलिदा. आराधना करूंगा मैं पूरे दिल से, मैं तुझे ढूंढूंगा. तेरी सेवा करूंगा मेरी सारी चीजों से. मैं हूँ यहाँ. शखाना आनंद ले. मैं हूँ यहाँ. പരിശുദ്ധാത്മാവേ, നിന്റെ കരം ചലിക്കണമേ. मैं हूँ यहाँ. प्रभु मैं हूँ यहाँ. प्रभु അടിയനിതാ. मैं हूँ यहाँ. आड़ी आड़ी ദേവാ, शिराना सारे യേശുവേ. ആമ ശഖന ആനന്ദലേ. ഇതാ. ഓ, അടിയനിതാ. യെശയ്യാ പ്രവാചകനോട് കർത്താവ് പറയാ, यशायाह भविष्यवक्ता से परमेश्वर कहता है, ഞാൻ ആരെ അയക്കണ്ടു? मैं किसको भेजूं? Who will go for me? कौन मेरे लिए जाएगा? യെശയ്യാ പറഞ്ഞു, എന്നെ അയക്കാൻ പറഞ്ഞു. यशायाह ने कहा, मुझे Lord send भेज। me. प्रभु मुझे भेज, അടിയനിതാ. मैं हूँ यहाँ। That is Isaiah's mandate. वो यशायाह का मैंडेट था। God said go. परमेश्वर ने कहा जाओ, He will not send you empty handed. वो तुम्हें खाली हाथ नहीं Are you भेजता listening me? है। क्या ദൈവം सुन रहे हो? നിങ്ങളോട് പോകാൻ പറഞ്ഞാൽ अगर परमेश्वर ने He will आपको send कहा you with a जाओ, mandate. तो वो एक अधिकार के साथ आपको भेजता है। ഓ ശഖനെ രാംധനെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ ദൂത്? क्या आप समझ रहे हो ये वाणी? യെശയ്യാവേ, हे यशायाह, ആർ നമുക്ക് വേണ്ടി പോകും? कौन मेरे लिए യെശയ്യാ പറഞ്ഞു, जाएगा? എന്നെ അയക്കണേ. यशायाह ने कहा कि मुझे എന്നെ भेज। അയക്കണേ. यशायाह ने कहा मुझे भेज। ആത്മാവിൽ ഞാൻ ചിലരെന്നൊക്കെ ദൂത് പറയുക. मैं आत्मा में किसी को देखकर वाणी ഇന്ന് വരെ कहता हूं, യെശയ്യാവേ നീ പ്രവചിച്ചതിന്റെ പ്ലാൻ ബിയിൽ നിന്നുകൊണ്ടാ. हे यशायाह, तूने आज तक जो भविष्यवाणी दिया वो तेरे प्लान बी से था। എന്നാൽ ആ യാഗപീഠത്തിൽ നിന്നൊരു കനൽക്കട്ട കൊണ്ട് നിന്റെ നാവിനെ തൊട്ട് കഴിയുമ്പോൾ जैसे ही उस बलि पीठ से एक अग्नि का चिंगार तेरे जुबान पर लग गया, ആലയത്തെ നിറയ്ക്കുന്ന മഹത്വം നീ കണ്ടു കഴിയുമ്പോൾ उस आले को भरने वाली महिमा को जब तूने देख लिया, നിന്റെ പ്ലാൻ ബി മാറിയിട്ട് तेरा प्लान बी बदल നിന്റെ कर, പ്ലാൻ എയിലേക്ക് നിന്നെ റീസ്റ്റോർ ചെയ്യുന്ന ओ तेरे प्लान ए ഒരു तुझे mandate, restore करने वाला एक ഒരു mandate,
रबा रेखे मारवा रबा शदल खमा ലമാശകനാരം തന്നെ ला रबा शदल ജമനരം ശൽ ഖമന रेखे Lord, I receive it. ഹലമാശകനെ खमा इसे प्राप्त Lord, I receive it. ഹമജനാരം തന്നെ ഞാനത് സ്വീകരിക്കുന്നു. मैं इसे प्राप्त करता हूँ ദൈവാത്മാവ് ചിലരെ നോക്കി പറയുക, पवित्र आत्मा किसी को देख करके രാജ്യങ്ങൾ നിനക്കായി കാത്തിരിക്കുക. हमें राज्य तेरा इंतजार कर रहा है യെശയ്യാവേ, हे നീ यशायाह രാജാക്കന്മാരെ കുറിച്ച് ദൂത് പറയാൻ तू പോവുകയാണ്. राजाओं को देखकर वाणी कहने നീ അസാധാരണ പ്രവചനം ഇനിയും പ്രവചിക്കാൻ പോകുകയാണ്. असाधारण भविष्यवाणी और ഇന്ന് വരെ നിനക്ക് ഇല്ലാത്തൊരു ശുശ്രൂഷ വെളിപ്പെടാൻ പോകുകയാണ്. आज तक जो सेवकाई तुझ में नहीं था वो तुझे प्राप्त होने जा रही है എന്താ വാക്ക്? क्या है शब्द Go, जाओ go, जाओ പോകാ. जाओ That word is so powerful, my dear church. वो बहुत ही सामर्थशाली है The word go is so powerful. जाओ शब्द बहुत सामर्थशाली है നീ പോക എന്ന് പറഞ്ഞാൽ, ദൈവം നിന്നോട് പോക എന്ന് പറഞ്ഞാൽ, अगर परमेश्वर कहे कि तू जा നീ എന്ത് ചെയ്യണം? तुझे क्या करना है നീ സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം. तुझे स्टेप आउट करना है എങ്ങനെ സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം? कैसे स्टेप आउट करना है അതിനൊരു വാക്യം പറഞ്ഞാലേ, യേശു വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞപ്പോൾ यीशु ने जब बीज बोने वाले की दृष्टांत ഇങ്ങനെ ആ कहा, വചനം പറഞ്ഞിരിക്കുന്നത്, तो वचन ऐसा कहा ഒരു गया है മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. कि एक मनुष्य बीज बोने के लिए निकल पड़ा പുറപ്പെട്ടു എന്ന മലയാളത്തിൽ उसने എഴുതിയിരിക്കുന്നു. वहां पर निकला ഈ लिखा हुआ है വാക്കുകളുടെ അർത്ഥവ്യത്യാസമുണ്ട്. कि वहां पर एक अर्थ का मतलब है ചില വാക്ക് ഭയങ്കര പവർഫുൾ ആണ്. कुछ शब्द वहां पर बहुत ही ഒരു सामर्थ्यशाली മനുഷ്യൻ है വിത്ത് വിതയ്ക്കാൻ പോയി എന്നല്ല എഴുതിയിരിക്കുന്നത്. एक व्यक्ति वहां पर बीज बोने के लिए गया करके അങ്ങനെയാണ് नहीं എഴുതിയിരിക്കുന്നത്. പോയെന്ന് പറഞ്ഞാൽ വളരെ ഒരു 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 പാസീവ് എന്നോ അല്ലെങ്കിൽ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. गया कर अगर कहा जाए तो बहुत ही स्लो और बहुत ही പുറപ്പെട്ടെന്ന് पैसिव പറഞ്ഞാൽ, एक्टिविटी है പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ निकल पड़ा ഡിസിഷനോടുള്ള ഇറക്കമാണ്. आमीन बहुत ही निर्णय के साथ वो निकल പുറപ്പെട്ടെന്ന് गया പറഞ്ഞാൽ निकल ഒരു गया मतलब മാൻഡേറ്റോടുള്ള वो ഇറക്കമാണ്. एक अधिकार के साथ वो निकल रहा है പുറപ്പാടെന്ന് പറഞ്ഞാൽ, वहां पर निकला मतलब പുറപ്പാടെന്ന് പറഞ്ഞാൽ, निर्गमन का मतलब എക്സോഡസ് എന്ന് പറഞ്ഞാൽ, एक्सोडस का കേൾക്കുന്നുണ്ടോ? मतलब क्या आप सुन रहे हो ഫറവോനെ തകർത്തിട്ട് വെളിവരികയെന്ന आमीन फिरौन को नाश करके बाहर പുറപ്പാടെന്ന് लाना है। പറഞ്ഞാൽ, निर्गमन का ഈ യാത്രയിൽ इस നീ यात्रा के സ്റ്റെപ്പ് ഔട്ട് दौरान ചെയ്യുമ്പോൾ जब तू step out വടിയിലുള്ള करेगा, ചെങ്കടലിനെ रास्ता में വടി നീട്ടി വെട്ടി പിളർന്ന് आमीन तो उसे मार कर പുറപ്പെടുക. आमीन तो आगे बढ़ रहा है കർത്താവിനോട് പറയുന്നു, പോകാൻ പറയുന്നു. और परमेश्वर आपसे कह रहा है कि जाओ പോകാൻ പറയുമ്പോൾ जब कहता है നീ जाओ ചെയ്യേണ്ടത് तुझे क्या करना है പുറപ്പെടുകയാ ചെയ്യേണ്ടത്. तुझे वहां पर निर्गमन करना നിന്റെ है എക്സോഡസിന് വേണ്ടിയുള്ള കൽപ്പനയാണത്. आपके निर्गमन का स्टेप है वो ओ रीखमा ദൈവം ചിലത് പറയുമ്പോഴേ जब परमेश्वर कुछ कहता ധൈര്യത്തോടെ നീ है ना, സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം. तो आपको हिम्मत के साथ പേടിച്ച് स्टेप പേടിച്ച് आउट करना പേടിച്ച് है നിൽക്കല്ലേ. छुप कर പേടിച്ച് नहीं നിന്ന് കഴിഞ്ഞാൽ നീ बैठना അവിടെ തന്നെ നിൽക്കും. है डर कर खड़े रहोगे तो वही खड़े रह जाओगे ചെങ്കടൽ മുമ്പിലുണ്ട്, आपके തടസ്സമുണ്ട്. सामने लाल समुद्र है എന്ത് ചെയ്യണം? रुकावट है എന്ത് ചെയ്യണം? क्या करना है ദൈവം നിനക്കൊരു വടി തന്നിട്ടുണ്ട് അല്ലേ? परमेश्वर ने आपको एक लाठी दिया हुआ है ദൈവം മോശയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താന്ന് ചോദിച്ചു. और परमेश्वर ने पूछा तेरे हाथ में क्या है മോശ पूछा പറഞ്ഞു, അതൊരു വടിയാ കർത്താവേ. मूसा ने कहा कि वो एक लाठी है ദൈവം പറഞ്ഞു, അതൊരു സാധാരണ വടിയല്ല. तो परमेश्वर ने कहा कि वो एक साधारण लाठी ആ नहीं വടിയെ है ഞാൻ ഏറ്റെടുക്കുക. वो लाठी को मैं हाथ അത് में നീ लेता ദൈവത്തിന്റെ हूं വടിയാ. कि अब वो ആ परमेश्वर വടി का लाठी വെറുതെ बन गया है। ചെങ്കടലിന് നേരെ ഒന്ന് നീട്ടിയാൽ वो लाठी यूं ही लाल समुद्र के सामने आप രണ്ടായിട്ട് മാറും. दो लाल समुद्र दो ഈ हो जाएगा പുറപ്പാടെന്ന് പറയുന്നത് तो निर्गमन का मतलब is not a passive action, कि वो एक पैसिव एक्शन नहीं it's a है powerful action. वो एक सामर्थशाली एक्शन है ഹലോ, और പുറപ്പാട് ഒരു പവർഫുൾ ആക്ഷനാ. निर्गमन एक पावरफुल एक्शन है പുറപ്പാട് is an action with mandate. निर्गमन एक अधिकार के साथ चलने वाला പുറപ്പാട് action है। അധികാരത്തോടുള്ള ചലനമാ. निर्गमन जो है वो अधिकार के साथ का एक चलन है യെശയ്യാ പറഞ്ഞു, എന്നെ അയക്കണം. ऐसे ने कहा मुझे भेज കർത്താവ് എന്ത് പറഞ്ഞു? परमेश्वर ने क्या പോകാ, कहा जाओ ഞാൻ നിന്നെ അയക്കുകയാ. मैं तुझे भेज रहा ഇന്ന് हूं മകൾക്കല്ല ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, आज कुछ लोग को देखकर पवित्र होगा। जाओ go, जाओ go with that mandate. उस अधिकार के साथ में जाओ ओ रबा യേശു കർത്താവ് शदल ഒത്തിരി ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് ഗോ. यीशु मसीह ने बहुत बार इस्तेमाल किया हुआ एक शब्द है പല जाओ സന്ദർഭത്തിൽ പറഞ്ഞു കേട്ടോ. कई बार कहा है ഉദാഹരണം പറഞ്ഞാലേ, उदाहरण के तौर पर ചിലര് कुछ लोग ഹീലിംഗിന് വന്നു, चंगाई के लिए आए യേശുവിനെ സൗഖ്യമാക്കി. यीशु ने उनको चंगा किया യേശു അവരോട് എന്ത് പറഞ്ഞു? यीशु ने उनसे क्या कहा Go जाओ with this peace. इसी शांति के साथ जाओ Today morning, if you are here with a sickness, अगर आप आज यहाँ पर कोई बीमारी के साथ I है want to say, तो मैं कहना चाहता हूँ go back with
with healing. हमें चंगाई के साथ लौट जाओ। യേശു സൗഖ്യമാക്കത്തില്ലേ? क्या यीशु चंगा नहीं करेगा? ആക്കുമോ? क्या चंगा नहीं करेगा? രോഗമുണ്ടോ? अब क्या आपको बीमारी ഒന്ന് है? പ്രാർത്ഥിച്ചാട്ടെ. तो आप प्रार्थना करें യേശുവിന്റെ നാമത്തിൽ यीशु के नाम से I want to go back with peace. कि मैं उस शांति के साथ जाना चाहता हूँ। Hallelujah. हालेलुया। അങ്ങനെ ഒത്തിരി പ്രാവശ്യം യേശു ഗോ എന്ന് പറഞ്ഞു. ऐसे बहुत बार यीशु ने जाओ Sometimes कहा Jesus है। said, कभी यीशु ने कहा go जाओ, but no more sin. जाकर पाप नहीं करना। പട്ടണത്തിലേക്ക് പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ യേശു എന്താ പറഞ്ഞത്? उस नगर पर एक पापिनी स्त्री को Go with करने peace. के लिए तो यीशु मसीह ने क्या कहा? शांति के साथ जा, പക്ഷെ ഇനിയും പാപം ചെയ്യരുത്. लेकिन अब पाप नहीं करना। യേശു അങ്ങനെ പറഞ്ഞു. यीशु ने वैसे പക്ഷെ कहा, അതിലൊക്കെ അപ്പുറമായിട്ട് लेकिन उससे बढ़कर യേശു 3 ഇൻസ്റ്റൻസുകളിൽ ഗോ എന്ന ശബ്ദം ഉപയോഗിച്ചു. यीशु 3 इंस्टेंट पर जा शब्द ആ का 3 इस्तेमाल ഇൻസ്റ്റൻസ് किया ഞാൻ है। പെട്ടെന്ന് അങ്ങ് പറയുക. तीनों इंस्टेंट में जल्दी से ഇരമ്യാവിന്റെ बोलता हूं। മാൻഡേറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് വലിയ इरम्या മെസ്സേജ് के ആയിരുന്നു. मैंडेट में चलने ഞാനും से പഠിച്ചുകൊണ്ടിരിക്കുക. पहले मैं भी ദൈവം എന്നെ सीख रहा हूं। പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. परमेश्वर मुझे सिखा रहा है। ഒന്നാമത് പറഞ്ഞത് पहली बार कहा മാത്യു ചാപ്റ്റർ 10 പറഞ്ഞത്. मैथ्यू चैप्टर 10 എന്തുവാ പറഞ്ഞെന്നറിയോ? क्या कहा है? കർത്താവ് പറഞ്ഞു, परमेश्वर ने 12 कहा ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, 12 चेलों को बुलाकर ഞാൻ നിങ്ങളെ कहा അയക്കുന്നു, ഗോ. कि मैं तुम्हें भेजता हूँ, ഞാൻ जाओ। നിങ്ങളെ അയക്കുന്നു, मैं तुम्हें भेजता हूँ, നിങ്ങൾ എന്ത് ചെയ്യണം? जाओ। क्या करना है? you go जाओ and heal the sick, और बीमारियों को चंगा करो hallelujah, clean the lepers, और घोड़ियों को expel शुद्ध the करो demons, और दुष्ट आत्माओं को बाहर निकालो। hallelujah. നിങ്ങൾ പോകുക, अब जाओ, രോഗികളെ സൗഖ്യമാക്കുക, रोगियों को चंगा ആ करो, ഭൂതങ്ങളെ പുറത്താക്കുക, दुष्ट आत्माओं को बाहर निकालो, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുക, घोड़ियों को शुद्ध करो, മരിച്ചവരെ ഉയർപ്പിക്കുക. मरे हुओं को जिलाओ। और സൗജന്യമായി കിട്ടി, मुफ्त में मिला, സൗജന്യമായി കൊടുത്തോണം. मुफ्त में दे दो। ഫീസ് Amen. വെച്ച് ശുശ്രൂഷ ചെയ്യരുത്. फीस रख कर सेवा मत कितनी तो करो। free आइटा? आपको फ्री में मिला है, ഫ്രീ ആയിട്ട് കൊടുത്തോണം. फ्री में दे देना। ഹലോ, Amen, hallelujah। രാംതന, this is the mandate. ये है मैंडेट, Mandate, ആദ്യത്തെ mandate. पहला मैंडेट। I want to call it an apostolic mandate. Amen, मैं एक apostolic mandate I want to के call साथ that चाहता mandate हूं। as an apostolic mandate. मैं एक apostolic mandate के Are you साथ listening me? चाहता हूं। क्या ഇന്ന് आप പകൽ सुन रहे പരിശുദ്ധാത്മ हो? നിങ്ങളോട് പറയുക, आज पवित्र आत्मा ഈ आपसे कह रही है, കാലഘട്ടത്തിലും इस पीढ़ी में apostolic mandate-ഓടെ apostolic mandate के ചിലർ साथ എഴുന്നേറ്റ് നിൽക്കണം. कुछ लोग खड़े हो അവരോട് रहे हैं। പരിശുദ്ധാത്മ പറയുക, कुछ लोग को पवित्र आत्मा പോകാം. कह रही है, जाओ। എന്തിനു പോകണം? किस लिए जाना है? രോഗികളെ സൗഖ്യമാക്കുക, रोगियों को चंगा करो, ദുഷ്ടാത്മാക്കളെ പുറത്താക്കുക. दुष्ट आत्माओं को बाहर ആ, निकालो। അത് പോരാ. वो काफी नहीं है। Matthew chapter 10 verse 8. Hallelujah. 10 का 8 में मत्ती 10 का 8. Hallelujah. Matthew Go. 10 verse 8 Go जाओ, and heal the sick. और बीमारों को Raise up चंगा the dead. करो, मारे हुओं को जिलाओ, Cleanse the lepers. कोढ़ियों को शुद्ध करो, And expel or drive out demons. दुष्ट आत्माओं को निकालो। 4 ശുശ്രൂഷയും ये चारों सेवकाई ഇന്നുമുണ്ട്. आज भी है। വിശ്വസിക്കാൻ പറ്റുമോ? क्या आप विश्वास कर सकते हो? വിശ്വസിക്കാൻ പറ്റുമോ ദൈവമക്കളെ? क्या आपको विश्वास कर सकते हो? ഇതൊന്ന് കഴിഞ്ഞ സൺഡേയിലല്ലേ? കഴിഞ്ഞ സൺഡേയിലൂടെ പലരും ഹീലായി. पिछले संडे यहाँ पर बहुत लोग चंगाई प्राप्त। आमेन, നിങ്ങളൊന്ന് हालेलुया। വിശ്വസിച്ചാൽ अगर आप विश्वास ഇന്ന് करोगे പകലും നിന്റെ മേൽ സൗഖ്യം ഇറങ്ങി വരും. तो आज आपके ऊपर भी वो चंगाई उतर പറഞ്ഞിട്ട് അപ്പ എന്നെ आएगी। ഒന്ന് തൊടണമെന്ന്, और कहो परमेश्वर मुझे जरा छू എന്നെ लो, ഒന്ന് സൗഖ്യമാക്കണേ, मेरे को चंगा करो। ഹീലിംഗ് ഉണ്ടാകട്ടെ, चंगाई यीशु के അത്ഭുതം नाम നടക്കട്ടെ. में, अद्भुत യേശുവിന്റെ നാമത്തിൽ यीशु के नाम में। ओ रबा शादर के ദുഷ്ടപിശാചിന്റെ പദ്ധതികൾ അഴിഞ്ഞു മാറട്ടെ. दुष्ट शैतान की पत्थरियां Every खुलने demonic दे। influences, सारी शैतान की every पत्थरियां, demonic possession, हर शैतान के बंद I से command them to come out in the name of Jesus. मैं आज्ञा देता हूँ यीशु के नाम से बाहर निकल। Every sin, हर प्रकार की पाप, every leprosy, हर कोढ़ let it be cleansed in the name of Jesus. यीशु के नाम में शुद्ध होने दे। മരിച്ച സാഹചര്യങ്ങൾ ഉയർത്തുവരട്ടെ. मरा हुआ परिस्थितियां जीवन प्राप्त करने दे। നിങ്ങൾ എത്ര പേർ റിസീവ് ചെയ്യുന്നു? आप इसे कितने लोग रिसीव करते യേശുവിൻ हो? നാമത്തിൽ അപ്പോസ്തോലിക് മാൻഡേറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുവാൻ, आप यीशु के नाम में अपोस्टोलिक मैंडेट में इसे ऑपरेट करने യേശു के लिए, ക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പോസ്തോലിക് മാൻഡേറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുവാൻ यीशु के नाम में इस अपोस्टोलिक मैंडेट को ऑपरेट करने के लिए ചിലർ എഴുന്നേറ്റ് വരട്ടെ. कुछ लोग उठ खड़े होने पाए। സമയമില്ലാത്തോണ്ട് ഞാൻ വേഗത്തിൽ അങ്ങ് പോകുക. समय नहीं है, मैं आगे जाता हूँ। അടുത്ത മാൻഡേറ്റ് दूसरा मैंडेट ലൂക്ക് ചാപ്റ്റർ 10. लूक चैप्टर 10, അവിടെ എന്താ പറയുന്നത്? वहां पर क्या कहा അതിന്റെ है? 19ാമത്തെ വാക്യം, ലൂക്ക് 10:19. लूका रचित सुसमाचार 10 का 19।
എന്താ മാൻഡേറ്റ്? देखो मैंने I have तुम्हें given you authority to tremble on snakes and scorpions सांपों और बिच्छुओं को रौंदने का and to अधिकार overcome all the powers of the enemy. और शत्रु के सारे सामर्थ्य का Nothing will अधिकार। harm you. और तुझे कुछ हानि नहीं होगी। പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ആമീൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. आमीन आमीन का स्वीकार करे। सांपों को बिच्छुओं को रौंदने Will का अधिकार tremble upon शत्रु snakes and के सारे scorpions. सामर्थ पर अधिकार दिया है Oh, और वो किसी वस्तु शेखना, से रामधनी। तुम्हें कुछ हानि नहीं होगी। What is- आमीन के करे से स्वीकार करे। What is the context? പശ്ചാത്തലം എന്താണ്? इसका पश्चात क्या है? ലൂക്ക് പശ്ചാത്തലം इसका background क्या है? ലൂക്കോസ് 10 അധ്യായം लूका रसी सुसमाचार 10 70 പേരെ അയക്കുന്ന അധ്യായം. यहाँ पर 70 लोगों को भेज എങ്ങനെ रहा है। അയച്ചത്? कैसे ഈ രണ്ടായിട്ട് भेजते? അയച്ചു. दो करके ഒറ്റയ്ക്കല്ല അയച്ചത്. अकेले नहीं भेजा, രണ്ട് അയച്ചത്. दो करके भेजा ഹലോ, है। അതുകൊണ്ട് हालेलुया। ഇന്ന് ഈ രണ്ടായിട്ട് അയക്കുന്നത്. वहाँ पर इसलिए परमेश्वर दो करके भेजते അതുകൊണ്ട് हैं। ഭാര്യയും ഭർത്താവിനെയും ഒന്നിച്ച് इसलिए നിർത്തിയിരിക്കുന്നത്. पति पत्नी को ഈ परमेश्वर രണ്ടായിട്ട്. साथ में रखा എന്താ है പറഞ്ഞറിയോ? क्या है इसका അതുപോലൊരു मतलब? പവർ ലോകത്തിലില്ല. क्योंकि वैसा एक सामर्थ दुनिया में है ആ ही नहीं। ഭാര്യയും ഭർത്താവോട് ഒന്നിച്ച് കർത്താവിന് വേണ്ടി ഒന്ന് നിന്നാൽ पति और पत्नी मिलकर परमेश्वर के लिए खड़े रहे। സാത്താന്യ അടിസ്ഥാനങ്ങൾ കുലുങ്ങും. आमेन आमेन। शैतान की जो नींव है वो हिलने लगेगी। ഒന്നിച്ചൊന്ന് നിന്ന് നോക്കിക്കാട്ടെ. एक साथ खड़े होकर जरा देखो। എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേരത് ചെയ്യുന്നത്. मैं नहीं जानता आप में से कितने പക്ഷെ लोग ഞാൻ करते എല്ലാ हैं, കല്യാണത്തിനും പ്രസംഗിക്കുന്ന കാര്യമാണ്. बट मैं हर शादी में ये प्रचार എന്താണ്? करता हूँ। क्या നിങ്ങൾക്കറിയാലോ എത്ര കല്യാണം നമ്മുടെ ചർച്ച നമ്മൾ നടത്തി? എല്ലാ കല്യാണത്തിനും ഞാൻ ഇത് പ്രസംഗിച്ചു. हर प्रचार हर शादी में मैं ये प्रचार എന്താ? करता हूँ। എന്താണ് ശാന്തി പറയാ? ഹസ്ബൻഡ് വൈഫ് നോ 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 എല്ലാ ദിവസവും വൈകിട്ട് ഭാര്യയും ഭർത്താവും കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. हर दिन शाम को പറഞ്ഞിട്ടില്ലേ? पति पत्नी എത്ര हाथ പ്രാവശ്യം मिलाकर പറഞ്ഞിട്ടുണ്ട്? प्रार्थना എന്റെ करना ചോദ്യം, है। നിങ്ങളിൽ എത്ര പേർ അത് ചെയ്യുന്നു? मेरा सवाल आप में से कितने लोग കൈവക്കാൻ करते हैं? ഒരാൾ കൈവക്കാൻ ഞാൻ പറയുന്നില്ല. मैं हाथ उठाने പക്ഷേ नहीं बोल रहा, ഇന്നു മുതൽ लेकिन आज से അത് लेकर റിലീജിയസ്ലി നിങ്ങൾ ഫോളോ ചെയ്യണം. वो आपको फॉलो രാവിലെ करना ही വഴക്കുണ്ടാക്കും, है। രാവിലെ വഴക്കുണ്ടാക്കും. सुबह झगड़ा करते പക്ഷെ हैं, at the end of the day लेकिन सोने से ഒരു पहले ദിവസം പോലും एक दिन भी രണ്ടുപേരും കൈ കൊടുത്ത് കൈ പിടിച്ച് പ്രാർത്ഥിക്കാതെ ഉറങ്ങരുത്. हाथ पकड़कर प्रार्थना किए बिना नहीं सोना है। അന്ന് വൈകിട്ട് പിശാച് തോക്കും, उस दिन रात को शैतान നിങ്ങൾ गिरेगा, ജയിക്കും, आप जीतो ദൈവം ജയിക്കും. और परमेश्वर जीतेगा। ഹല്ലേലൂയ. आमेन हालेलुया। ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. मैं आत्मा में एक वाणी कहता അങ്ങനെ हूँ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ अगर वैसा आप प्रार्थना करने നിങ്ങളുടെ लगे, ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ ഉരുണ്ടു മാറും. आमेन, तो आपके जीवन की कई सारी പല परेशानियां തടസ്സങ്ങൾ हटने ഉരുണ്ടു लगेगी। മാറും. बहुत सारी रुकावटें हटने लगेगी। ഹല്ലേലൂയ. हालेलुया। ഇന്ന് വൈകിട്ട് ചെല്ലുമ്പോൾ आज शाम को जाने के പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ बाद प्रार्थना करने അച്ഛനമ്മയുടെ കൈ बैठेंगे ഒന്ന് പിടിക്കണം. तो हस्बैंड वाइफ हाथ पकड़ना, അപ്പൊ അമ്മ വിചാരിക്കും, ഈ അച്ഛൻ എന്നോ പറ്റി? तो वाइफ पूछेगी क्या हो गया husband? പരിപാടി കണ്ടിട്ടില്ലല്ലോ. कभी तो मेरे हाथ पकड़े नहीं है। ഹല്ലേലൂയ. हालेलुया। അച്ഛൻ വചനം കേട്ടിട്ട് വന്നാ കേട്ടോ. पति ने जो है वो वचन सुनकर आया है, ഒന്ന് സ്റ്റാർട്ട് ചെയ്താട്ടെ. तो ये शुरुआत करें। ഞാൻ ഈ പ്രസംഗം ഒരു ചർച്ചിൽ പ്രസംഗിച്ചു. मैंने ये एक चर्च में प्रचार किया। 80 വയസ്സുള്ള ഒരു അപ്പച്ചൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, 80 उम्र का एक अपचन ने പാസ്റ്റർ आकर ഇന്ന് कहा, മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. पास्टर आज से लेकर मैं स्टार्ट करता हूँ। कहा എത്ര വയസ്സ്? कितना साल? 80 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ. 80 साल हो गया है, लेकिन अभी वो शुरुआत करने ഒരു को तैयार വലിയ है। ബ്രേക്ക് ത്രൂവിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു. मैंने एक बहुत बड़ा छुटकारे का रहस्य बताता हूँ। നിങ്ങൾ ഒരു ദിവസം പോലും एक भी दिन ഒന്നിച്ചു പ്രാർത്ഥിക്കാന്നല്ല, കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാതെ ഉറങ്ങല്ല. हमें हाथ पकड़ के प्रार्थना किए बिना കാരണം नहीं ദൈവം सोना രണ്ടുപേരെ है, അയക്കുന്നത്. क्योंकि परमेश्वर दो लोगों അതുകൊണ്ട് को भेजता വേദപുസ്തകം है। പറയുന്നത് इसलिए वचन कहता है, ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. एक जन से दो उत्तम है। ഒരുവൻ 1000 ഓടിക്കും, एक जन 1000 को ഇരുവർ भगाएंगे, 2000 അല്ല, दो लोग 2000 2000 नहीं, 10,000 ഓടിക്കും. दो लोग मिलेंगे तो എന്ന് 10,000 പറഞ്ഞാൽ को രണ്ടുപേർ ഒന്നിച്ചു भगाएंगे। നിന്നാൽ दो लोग मिलकर खड़े रहे तो രണ്ടിരട്ടി ശക്തിയല്ല, दो दुगना शक्ति नहीं, 10 ഇരട്ടി ശക്തിയാണ്. 10 गुना शक्ति है। ഹലോ, യേശു हालेलुया। അതുകൊണ്ട് ഈ രണ്ടായിട്ട് അയച്ചു. यीशु मसीह से दो करके യേശു എല്ലാ भेजा। ടാസ്കിനും ആളുകളെ അയച്ചത് ഈ രണ്ടായിട്ടാണ്. यीशु मसीह ने हर टास्क में दो करके भेजा है। യേശു ആ കഴുതക്കുട്ടിയെ അഴിച്ചെടുക്കാൻ വേണ്ടി ബത്ഭാഗ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അയച്ചല്ലേ. यीशु ने उस गधी के बच्चे को खोल कर लाने എങ്ങനെ के लिए അയച്ചു? जगह ഒറ്റയ്ക്കാണ് पर അയച്ചത്? भेजा, कि वहां पर अकेला രണ്ടുപേരെ भेजा, അയച്ചത്. उधर भी दो लोग എന്താ को കാരണം? भेजा। क्या बोलकर भेजा? കഴുതക്കുട്ടിയെ അഴിച്ചെടുക്കുമ്പോൾ തടസ്സം ഉണ്ടാകും. आमीन आमीन। उस गधे के बच्चे को जब खोल कर लेंगे तो रुकावट आ सकती അതിനെ है। അഴിച്ചെടുക്കണമെങ്കിൽ അതോറിറ്റി വേണം. उसको खोल कर लेना है तो अब अधिकार ഒറ്റയ്ക്കല്ല, की जरूरत രണ്ടുപേരെ. है। तो अकेला नहीं, दो जन। യേശുവിന് പെസക കഴിക്കാൻ ഒരു മാളിക ആവശ്യമാണ്. यीशु मसीह को फैसह मनाने के लिए एक कोठरी का जरूरत यीशु था। ने दो। यीशु ने क्या किया? ഹല്ലേലൂയ.
യേശു രണ്ടുപേരെ അയച്ചു. 2 लोग को भेजा എന്നിട്ട് അവരോട് പറഞ്ഞു, और कहा നിങ്ങൾ ചെല്ലുമ്പോൾ आप जाओगे तो ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളം കൊണ്ടുവരുന്നത് കാണും. एक मनुष्य एक घड़े में पानी लेकर आते हुए दिखेगा, അപ്പൊ അവന്റെ പുറകെ അങ്ങ് പോകണം. तो उसके पीछे चले जाना. ഇതൊരു ഗൈഡൻസ് ആണെന്നറിയാം. क्या बड़ा അവന്റെ പുറകെ गाइडेंस ചെന്ന് है. കഴിഞ്ഞാൽ उसके पीछे അവൻ जब जाते കയറുന്ന हैं വീട്ടിൽ ചെന്ന് മുട്ടിക്കോണം. तो उस घर पर जाकर അവൻ तुम्हें നിങ്ങളെ खोजना है, വിരിച്ചൊഴുക്കിയ ഒരു മാളിക മുറി കാണിക്കും. तो तुम्हें वहां पर सजी सजाई हुई कोठरी ഈ दिखाएगा. കഴിഞ്ഞ ദിവസം ആരാണ്ട് നമ്മുടെ ചർച്ചിൽ ഈ കാര്യം പറഞ്ഞു. किसी ने कहा था, ലീജോയാണ് പറഞ്ഞു. വിരിച്ചു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, तो मेरे मन में कहा, കർത്താവ് എനിക്ക് അങ്ങനെയൊക്കെ നടക്കാൻ വലിയ കൊതിയാണ്. मुझे वैसा चलना बहुत ഈ पसंद है. കർത്താവ് ഇങ്ങനെ അടയാളങ്ങളൊക്കെ പറഞ്ഞു. तो परमेश्वर ने ऐसे कुछ നീ चिन्ह ആ बताते പുള്ളിയുടെ പുറകെ हुए പോടാ. तू उस व्यक्ति के पीछे जा. അടയാളം തരും. അവന്റെ കയ്യിൽ ഒരു കുടം വെള്ളം കാണും കേട്ടോ. एक चिन्ह दे रहा है कि उसके हाथ में एक എന്നിട്ട് घड़ा पानी ചെന്നിട്ട് होगा. കണ്ടുപിടിക്കണം. അയ്യോ എന്തൊരു ആത്മീയ ജീവിതാന്നറിയാം. ये सब क्या आत्मिक जीवन है. അങ്ങനെ യേശു അയച്ചത്. वैसा यीशु ने भेजा है, ഒറ്റയ്ക്കല്ല അയച്ചത്. अकेला नहीं भेजा, രണ്ടുപേര്. 2 करके भेजा. ലൂക്കോസ് 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. लूकोस 10वां എന്നിട്ട് अध्याय में हम എന്ത് देख सकते സംഭവിച്ചു? हैं. और वहां पर क्या होता है, യേശു പറയാണ്, സാത്താൻ വീഴുന്നത് ഞാൻ കണ്ടു. और बोलते हैं कि शैतान को गिरते हुए मैंने देखा. എങ്ങനെ कैसे സാത്താൻ വീണു? शैतान गिरते നിങ്ങൾക്കാൽ हुए. പരിശുദ്ധാത്മാ പറയാ, और पवित्र आत्मा कह നിങ്ങൾ रही है, ഒന്നിച്ച് നിന്നാൽ, आप साथ में खड़े रहेंगे तो രണ്ടുപേരും ഒന്നിച്ച് നിന്നാൽ 2 लोग मिलकर साथ में खड़े रहे, സാത്താൻ വീഴും. शैतान गिरेगा. The mandate is go. मैंडेट ये है कि जाओ. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലും ഞാൻ നിങ്ങളെ അയക്കുന്നു. आमेन आमेन आमेन. ചെന്നായ്ക്കളുടെ നടുവിൽ ലോമഡിയോ का बीच में, लोमड़ियों के बीच में भेड़ के समान ഞാൻ भेजूंगा. നിങ്ങളെ അയക്കുന്നു. मैं तुमको भेजूंगा. ലോമഡിയോ ചെന്നായ്ക്കളെ അല്ലേ? लोमड़ियों. പക്ഷെ ഇപ്പം പോകുന്നതാരാ? കുഞ്ഞാട്. अभी कौन जा रहे हैं? भेड़ जा रहे കുഞ്ഞാട് हैं. ലോമഡിയോ ചെന്നായ്ക്കളുടെ ഇടയിലൊക്കെ കുഞ്ഞാട് കയറിയപ്പോൾ എന്ത് സംഭവിച്ചു? ये लोमड़ियों के बीच में जब मेमना आई तो क्या हुआ? ചെന്നായ്ക്കൾ എല്ലാവരും കടിച്ചു തിന്നു. तो क्या उस लोमड़ी ने उसे फाड़ खाया? ഇല്ല, വചനം എന്താ പറയുന്നത് അറിയാം? वचन में क्या ഈ लिखा है? ശിഷ്യന്മാർ പോയിട്ട് വന്നിട്ട് പറയാ, ये मेमना आकर ഞങ്ങൾ कहती കൈ है, വെച്ചപ്പോഴേ പിശാചെല്ലാം കൂടെ ചാടി വറച്ച് ഓടാൻ തുടങ്ങി. आमेन, हमने जैसे ही हाथ रखा दुष्ट आत्माएं ചുറ്റുമെല്ലാം भागने ലോമഡിയോ लगी. കേട്ടോ. चारों ओर പക്ഷെ लोमड़ियां हैं. കുഞ്ഞാടുകളെ കണ്ടിട്ട് ലോമഡിയോ വിറയ്ക്കാൻ തുടങ്ങി. लेकिन इस मेमना को देखकर ये जो भेड़िया है वो कांपने लगा. വിറയ്ക്കുന്ന്. कांपेगा. നീ ചെല്ലുന്ന എത്ര വലിയ പൈശാചിക മണ്ഡലമുള്ള ദേശത്താണെങ്കിലും, आमेन. तू जिस देश में भी जा रहे, जितनी बड़ी शैतान के अंधकार का देश भी क्यों ना हो, യേശുവിന്റെ കുഞ്ഞാടാണെങ്കിൽ अगर तू यीशु का मेमना है तो നിന്റെ മുമ്പിൽ പൈശാചിക Amen. ബന്ധനങ്ങൾ മുട്ടുമടക്കുമെന്ന്. तेरे सामने शैतान की ताकतें घुटना टिकेगी. ഇത് Amen. കേട്ടിട്ട് യേശു പറയാ, ये सुनकर यीशु നീ मसीह कहता है, കുഞ്ഞാടായിരിക്കും, तू मेमना हो പക്ഷെ सकता ഐ है, ഗിവ് യു പവർ मैं तुझे अधिकार and देता हूं. authority अधिकार to देता trample हूं upon कि सांपों, snakes and scorpions. सांपों और बिच्छुओं को സമയം रौंदने का പോകുന്നതിന് അടുത്ത अधिकार. മാൻഡേറ്റ് എളുപ്പം അങ്ങ് പറയുക. समय नहीं, इसलिए मैं अगला മൂന്നാമത്തെ मैंडेट മാൻഡേറ്റ്, ഫസ്റ്റ് മാൻഡേറ്റ് അപ്പോസ്തോലിക് മാൻഡേറ്റ്, पहला मैंडेट अपोस्टोलिक സെക്കൻഡ് മാൻഡേറ്റ് सेकंड मैंडेट മാൻഡേറ്റ് ഫോർ മിനിസ്ട്രി, Ministry का ശുശ്രൂഷകന്മാർക്കുള്ള മാൻഡേറ്റ്. सेवका योग सेवक അത് 70 लोगों का പേർക്കും ഉണ്ട് mandate. കേട്ടോ. वो 70 Third लोगों mandate. को भी है. तीसरा Matthew chapter 28 मैथ्यू 28 verse 16 through, 16 go जाओ and make them disciples. और उन्हें चेले बनाओ. പോകുക, जाओ ശിഷ്യന്മാരാക്കുക. और उन्हें चेले That बनाओ. mandate is for the church. Hallelujah. वो कलीसिया का So the है. number 1 apostolic mandate, वो पहला number 2 apostolic ministry mandate, दूसरा number ministry 3 mandate. number 3 the mandate for the church. तीसरा कलीसिया का मैंडेट. Church carry the mandate. कलीसिया उस मैंडेट को कैरी करो. പെട്ടെന്ന് അടുത്ത വാക്യം പറയും. എല്ലാവരും അഗ്ലായത്. എഴുന്നേറ്റ് നിന്നാട്ടെ. സബ് ഖഡേ ഹോ ജായേ. Hallelujah. പെട്ടെന്ന് അടുത്ത വാക്യം പറയുക. अगला आयत ജെറമിയ മാൻഡേറ്റ് जिरमिया എക്സ്പ്ലെയിൻ मैंडेट. പിന്നെ ചെയ്യാം. एक्सप्लेन बात ഇരമ്യാവ് 1:10. इरमिया चैप्टर 1 वर्स 10. ഇരമ്യ 1:10. इरमिया 1 वर्स അതാണ് 10. ഇരമ്യാവിന് കൊടുത്ത മാൻഡേറ്റ്. वो इरमिया को दिया हुआ എന്താണ് मैंडेट മാൻഡേറ്റ്? है. क्या है वो मैंडेट? ജെറമിയ chapter 1 verse 10. Hallelujah. ജെറമിയ മാൻഡേറ്റ്. Hallelujah. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും Amen. പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. Amen. उन्हें गिराने के लिए, ढा देने के लिए, नष्ट करने के लिए, काट डालने के लिए, ജെറമിയാവേ, या उन्हें बनाने Go. और रोपने के लिए Go. जातियों के ऊपर Go. और राज्य I के ऊपर. appoint you over nations and kingdoms. हे इरमिया, तुम जाओ, मैंने तुझे जातियों और राज्यों के ऊपर अधिकारी ठहराया है. പോകാന്. जाओ. ओ रबा शदल खमन व रबा. Go with authority. उस अधिकार के साथ जाओ. Go with mandate. उस मैंडेट के साथ Go में with जाओ. power. उस अधिकार के साथ में जाओ. Sakanaramthane, to uproot. आप उस गिराने कुछ ढा देने के To लिए, uproot. ढा देने के You're लिए going to uproot kings
and kingdoms. तुम राज्यों और राज्यों को गिराने You जा are going रहे हो. to tear down or pull down तुम उसे गिराने जा रहे the हो. principalities of nations. सारे जातियों को, अधिकारों को. You are going to eradicate, you are going to destroy, you are going to, hallelujah, remove every power of darkness. आप अंधकार के सारे ताकतों को नष्ट करने जा रहे You हो. are going to overthrow kings and rulers. आप राज्यों और राजाओं के ऊपर शासन करने जा रहे हो. Hello, how many of you are ready to carry this mandate? कितने लोग इस मैंडेट को उठाने के लिए तैयार है? ഇത് തന്നെ യേശു 3 പ്രാവശ്യം പറഞ്ഞത്. ये यीशु मसीह 3 बार कहा ഇത് है. അപ്പോസ്തോലിക് മാൻഡേറ്റിനകത്തുണ്ട്. ये अपोस्टोलिक मैंडेट के अंदर ഹേ है. ശഖന രാംധന രഗദല ഇത് മിനിസ്ട്രി മാൻഡേറ്റിനകത്തുണ്ട്. ये मिनिस्ट्री मैंडेट के अंदर ഇത് है. ചർച്ച് ये മാൻഡേറ്റിനകത്തുണ്ട്. कलीसिया के मैंडेट के अंदर ഇത് है. നിന്റെ വിളിക്കകത്തുണ്ട്. ये आपके बुलाहट के ഇത് अंदर എന്റെ है. വിളിക്കകത്തുണ്ട്. ये मेरे बुलाहट के अंदर ഇതെന്റെ है. പ്ലാൻ എ ആണ്. ये मेरा प्लान ए है. ഇത് ചെയ്യാൻ പോകുക. ओ मैं ये करने जा रहा ഇതുകൊണ്ട് തീർന്നില്ല. हूँ. खत्म नहीं हुई. ചിലതിനെ പൊളിച്ചു മാറ്റിയാൽ, कुछ को हटाने के लिए, ചിലതിനെ അപ്രൂട്ട് ചെയ്താൽ, कुछ को गिराने के लिए, ചിലതിനെ പൊളിച്ചാൽ, ചിലതിനെ പിഴുതാൽ, किसी को ढा देने के लिए, किसी को नष्ट करने के അടുത്തത് നീ लिए. ചെയ്യാൻ പോകുന്ന 2 കാര്യം. अगला करने जा रहे 2 നീ चीज. പണിയാൻ പോകുക. अभी तू बनाने നീ जा നടാൻ रहा है. പോകുക. तुम बनाने जा रहा है. You are going to plant, നടുക. आप लगाने जा रहे हो. നീ ചിലതിനെ പിഴുതു മാറ്റിയിട്ട് आप कुछ को, ചിലതിനെ നീ നടാൻ പോകുക. आप कुछ को जड़ പറഞ്ഞാട്ടെ, से ഞാൻ ചിലതിനെ उखाड़ പിഴുതു कर- മാറ്റാൻ പോകുക. बोलो मैं कुछ को जड़ से ചില उखाड़ने പൈശാചിക जा रहा हूं. മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പിഴുതു മാറ്റാൻ പോകുക. कुछ शैतान के मंडलियों को കലമ जड़ से ശഖന उखाड़ने जा രാംധന रहा हूं. എന്നിട്ട് ഞാൻ ചിലത് നടാൻ പോകുക. और मैं कुछ बीज बोने जा This is रहा the हूँ. kingdom mandate. ये परमेश्वर का This is राज्य the का kingdom mandate है. ये परमेश्वर का राज्य Oh, का this is not mandate just है. Jeremiah mandate. ये यिर्मयाह का This mandate is है. Jesus ये mandate. यीशु मसीह का mandate This is kingdom है. mandate. ये परमेश्वर का We are going to राज्य का uproot. mandate है. Hallelujah. We are going to demolish. आमीन. हम We are going to नाश करने जा overthrow. रहे हैं. We are going to pull down the powers and principalities ruling over the nations. हम राज्यों में शासन करने वाले शैतान के अंधकार के ताकतों को കരങ്ങളെ അടിച്ച്, കരങ്ങളെ जड़ से അടിച്ച്. उखाड़ने जा रहे കരങ്ങളെ हैं. അടിച്ച്. हाथ ताली बजाकर